എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കേശവദാസ്. ഇവിടെ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയുടെ വാസ്തുവിൻ്റെ ബേസിക് കോഴ്സും അതുപോലെ തന്നെ അതായത് ഡിപ്ലോമ കോഴ്സും അതുപോലെ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും എടുക്കുന്ന അധ്യാപകനാണ്. അപ്പം ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. നമ്മൾ ഈ വാസ്തു ശാസ്ത്രം പഠിക്കാനായിട്ട് താല്പര്യപ്പെട്ട് വന്നിട്ടുള്ളവരോട് ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള വിധത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മൾ മറ്റു പല വിഷയങ്ങളും പഠിക്കുന്നത് പോലെ, ഉദാഹരണം സ്കൂളിലായാലും കോളേജിലായാലും നമ്മൾ പല ഹിസ്റ്ററി, ജോഗ്രഫി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങി പല വിഷയങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കുന്നതും ഇതുപോലുള്ള പൗരാണിക ശാസ്ത്ര, ഭാരതീയ പൗരാണിക ശാസ്ത്ര വിഷയങ്ങൾ, അത് വാസ്തുവായാലും അല്ല ജ്യോതിഷമായാലും അങ്ങനെയുള്ള പൗരാണിക ശാസ്ത്രീയ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ പഠിക്കുന്ന ഇപ്പം ഈ ഭാരതീയ ഈ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. കാരണം നാം എല്ലാം വീടുകളിലാണ് താമസിക്കുന്നത്. വീടുകളിൽ താമസിക്കുമ്പോൾ ആ വീടുകളുമായി ബന്ധപ്പെട്ട ഭാരതീയ പൗരാണിക ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അപ്പോൾ ദൈനംദിനമായിട്ട് നമ്മൾ ദിവസവും താമസിക്കുന്ന വീടുകളുമായി ബന്ധപ്പെട്ട ശാസ്ത്രം, വീടിരിക്കുന്ന സ്ഥലവും എല്ലാമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. ഇനി വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ എത്രയൊക്കെ ഇതിൻ്റെ തിയറിയൊക്കെ പഠിച്ചു മനസ്സിലാക്കി പരീക്ഷയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് 100% മാർക്കും കിട്ടിയെന്ന് വരാം, 100% നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്തു, അതെല്ലാം ശരിയായിരിക്കാം. പക്ഷേ പ്രായോഗിക വശത്ത് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ നമുക്ക് ഈ വാസ്തുശാസ്ത്രം പ്രയോഗിച്ച് നമ്മുടെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആരുടെ ആയാലും അവരുടെ വീടുകളൊക്കെ പരിശോധിച്ച് ദോഷമുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിനും അല്ലെങ്കിൽ പുതിയ വീടുകൾ വാസ്തു നിബന്ധനകൾ അനുസരിച്ച് ചെയ്യുന്നതിനുമൊക്കെ ഈ തിയറി മാത്രം കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. കാരണം തിയറി വേണമില്ലെന്നില്ല, തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒന്നും നടക്കില്ല. തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും അത്യാവശ്യമാണ്. പക്ഷെ അത് മാത്രം പോരാ. അതായത് ഈ ഇങ്ങനെയുള്ള പൗരാണിക ശാസ്ത്രങ്ങൾ പഠിക്കുമ്പം നമുക്കുണ്ടാകേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഹയർ ഫോഴ്സുമായിട്ടുള്ള ഒരു ബന്ധം. ആ ഹയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക പേരോ അല്ലെങ്കിൽ അങ്ങനെ മതമോ അങ്ങനെ ഒന്നുമില്ല. ഒരു ഹയർ ഫോഴ്സ്, ഒരു ശക്തി. ആ ശക്തിയുടെ ഒരു നിയന്ത്രണത്തിലാണ് നമ്മളെല്ലാവരും തന്നെ ഉള്ളത്. അപ്പം ആ ശക്തിയിലുള്ള ഒരു വിശ്വാസം, നമ്മളെല്ലാവരും ആ ശക്തിയുമായി ബന്ധപ്പെട്ടവരാണ്. പക്ഷെ ആ ശക്തിയെപ്പറ്റി നമ്മളിൽ പലരും അവെയർ അല്ല, അതിനെപ്പറ്റി ബോധവാന്മാരല്ല. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തിയെപ്പറ്റി നമുക്കൊരു അവെയർനെസ് ഉണ്ടാകണം, ഒരു ബോധം ഉണ്ടാകണം. അങ്ങനെ ബോധം ഉണ്ടായാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അപ്പൊ അവർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജസ്റ്റ് ആ ഒരു ശക്തി. നമുക്ക് ഇപ്പൊ ഇവിടെ ഞാനിപ്പം നിങ്ങളിപ്പോൾ ഒരു 6, 7, 8 മാസം ഈ വാസ്തുശാസ്ത്രം പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഇതിപ്പം ഡിപ്ലോമ കോഴ്സാണ്. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും നിങ്ങൾ പഠിച്ചു തരാം. അപ്പം ഇതെല്ലാം പഠിച്ചാലും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു ഹയർ ഫോഴ്സിൽ നിന്നുള്ള അതൊക്കെ നമുക്ക് കിട്ടും. അത് നമുക്ക് സ്വീകരിക്കാൻ തയ്യാറാവണമെന്ന് മാത്രം. നമുക്ക് ആ ഒരു കണക്ഷൻ, ഹയർ ഫോഴ്സുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മളിൽ പലരും ആ കണക്ഷനെ പറ്റി ബോധവാന്മാരല്ല, അല്ലെങ്കിൽ ബോധവതികളല്ല. അപ്പൊ ആ കണക്ഷനെ പറ്റി നമ്മൾ കൂടുതൽ ബോധവാന്മാരാവുകയും ആ കണക്ഷൻ നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം ഏത് അധ്യാപകനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് ആ ഒരു ഹയർ ഫോഴ്സിനെയാണ്.
അപ്പോൾ ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ഹയർ ഫോഴ്സുമായിട്ടൊരു കണക്ഷൻ നമുക്കുണ്ടാകണം. കണക്ഷൻ ഉണ്ട്, ആ കണക്ഷനെ പറ്റി നമ്മൾ അവെയർ ആകണം, അതിനെപ്പറ്റി ബോധവാന്മാരാകണം. അപ്പോൾ അത് ഇതുപോലുള്ള പൗരാണിക ശാസ്ത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ആ കണക്ഷനെ പറ്റി ശരിക്കും നമുക്കൊരു അവെയർനെസ് ഇല്ലെങ്കിൽ പഠിക്കാം, നല്ല മാർക്ക് വാങ്ങിക്കാം, പക്ഷെ അത് പ്രാക്ടിക്കൽ സൈഡിൽ നമുക്കത് അപ്ലൈ ചെയ്യുന്നതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ്, പൂർണ്ണമായിട്ട് സാധിച്ചൊന്നും വരില്ല. പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, കാരണം ഇതൊക്കെ പഠിക്കുന്ന നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. പഠിച്ചു എല്ലാം തറവാക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല, യു ഹാവ് ടു അപ്ലൈ ദാറ്റ്. നമുക്ക് അതിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അതുകൊണ്ട് നമ്മൾ താമസിക്കുന്നിടത്തായാലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആയാലും, നമ്മുടെ സുഹൃത്തുക്കളുടെ, ബന്ധുക്കളുടെ അല്ലെങ്കിൽ വേറെ ആരുടെ ആയിക്കോട്ടെ, അവിടെയൊക്കെ വാസ്തു നിബന്ധനകളനുസരിച്ച് പരിശോധിക്കുകയും അതിന് വേണ്ട എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ആ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് നമുക്ക് ഉണ്ടാകണം. ആ അപ്രോച്ച് ഉണ്ടാകണമെങ്കിൽ ആ ഹയർ ഫോഴ്സിനെ പറ്റി നമ്മൾ എപ്പോഴും കൂടുതൽ അവയർനെസ് ഉണ്ടാകണം. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് മറ്റൊരു കാര്യമുള്ളത്, നമ്മളെല്ലാം ഇത് മാത്രമല്ല, നമുക്ക് പല പല വർക്കുകളോ ജോലികളൊക്കെ നമ്മൾ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മാത്രം ഇതിലെ ശരിക്കൊരു അവയർനെസ് ഉണ്ടാവുകയും ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ടും തിയറി മനസ്സിലാക്കാനും പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാനും ഒക്കെ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സുകൾ ഇപ്പൊ ഒരു ഉദ്ദേശം 6-7 മാസം എടുക്കും. നമ്മുടെ ഈ ബേസിക് കോഴ്സ് ആഴ്ച ഒരു ദിവസം വെച്ച് എടുക്കുമ്പോൾ 6-7 മാസം എടുക്കും. അപ്പൊ ഇതിൽ നിവർത്തി ഉണ്ടെങ്കിൽ ക്ലാസ് നിങ്ങൾ ആബ്സെന്റ് ആകാതിരിക്കുക. അറ്റൻഡ് ഓൾ ക്ലാസ്സസ്. നിവർത്തിയുള്ള, നമുക്കെല്ലാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നെന്ന് വരാം, ചിലപ്പോൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചിലപ്പോൾ വന്നെന്ന് വരാം. പക്ഷേ ഇന്ന് മുതൽ നമ്മളെ ഈ ക്ലാസ് എന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുള്ള നിർദ്ദേശം കിട്ടും. അപ്പൊ ഈ ക്ലാസിന്റെ ദിവസം നമ്മൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, പൂർണ്ണമായും അതിൻ്റെ ഒരു കമ്മിറ്റ്മെന്റോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, കാരണം നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് പറഞ്ഞു തരുന്നത്. ഒരാൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ടോ മറ്റേയാൾക്ക് എന്തെങ്കിലും കുറച്ചോ ഒന്നും ഞാൻ പറയാറില്ല. ഞാൻ ക്ലാസ്സിൽ എടുക്കുന്ന എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ ഇതുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആകണം എന്നില്ല. ചിലർക്ക് ഈ ക്ലാസ് കൊണ്ട് കൂടുതൽ ഗുണം കിട്ടിയെന്ന് വരാം, ചിലർക്ക് അത്രത്തോളം ഗുണം കിട്ടിയില്ല എന്ന് വരാം. അപ്പൊ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഈ ക്ലാസ് മൂലം ഉണ്ടാകുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിന്റെ പ്രയോജനം എന്നെയല്ല നിങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. കാരണം ഞാൻ എല്ലാവർക്കും ഒരുപോലെ എടുക്കുന്നത്. ഞാൻ എല്ലാവർക്കും ഒരുപോലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലോ നിങ്ങളുടെ അറിവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രയോഗിക്കാനുള്ള കഴിവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് ശരിക്കും നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് അനുസരിച്ചിരിക്കും, നിങ്ങളുടെ ആത്മാർത്ഥത അനുസരിച്ചിരിക്കും. അപ്പൊ 100% ആത്മാർത്ഥതയോടെ ക്ലാസ്സിൽ പങ്കെടുക്കുക. ഈ ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ക്ലാസ്സിൽ വെച്ചിട്ട് ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കഴിയുന്നതും മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം അൺമ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ശബ്ദങ്ങളൊക്കെ ക്ലാസ്സിനെ ചിലപ്പോൾ ഡിസ്റ്റർബ് ചെയ്തെന്ന് വരും. അപ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം, ചോദിക്കാം. പക്ഷെ ചോദിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അത് മ്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഡബിൾ ടോക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്തെന്ന് വരാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മൾ ശരിക്കും ക്ലാസിന്റെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഇതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മുമ്പൊക്കെ ഇതൊക്കെ ആവശ്യമായിരുന്നു. പലർക്കും ലാപ്ടോപ്പും മൊബൈൽ ഓപ്പറേഷനൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നത്. അതിനെപ്പറ്റി ആ കാര്യങ്ങളെ പറ്റി ഞാൻ കൂടുതൽ എടുക്കുന്നില്ല.
അപ്പം പിന്നെ നമുക്ക് അറിയാം, നമ്മുടെ ശരീരത്തില് ഒരു നമ്മുടെ ഓരോരുത്തരുടെ ആത്മാവ് നമുക്കറിയാം. നമ്മളെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കേൾക്കാൻ പറ്റും. നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരും. അപ്പൊ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മൾ അതിന് പല അവയവങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കാണാൻ നമ്മൾ കണ്ണ് ഉപയോഗിക്കുന്നു, കേൾക്കാൻ ചെവി ഉപയോഗിക്കുന്നു, സംസാരിക്കാൻ നമ്മൾ വായ അല്ലെങ്കിൽ നാക്ക് ഉപയോഗിക്കുന്നു. പല അവയവങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം, നമ്മൾ കണ്ണ് കാണുന്നു എന്നല്ല പറയുന്നത്. ഞാൻ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു എന്നാണ് പറയുന്നത്. കാണുന്നത് കണ്ണല്ല, ഞാനാണ് കാണുന്നത്. ആ കാണാൻ വേണ്ടി ഞാൻ കണ്ണ് ഉപയോഗിക്കുന്നു. കാരണം അപ്പൊ ആ കാണുന്നതെന്ന് ആക്ച്വലി കാണുന്നത് ഞാനാണ്. ആ ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തി, ഒരു എനർജിയാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആ എനർജി ഉണ്ട്. ആ എനർജിയാണ് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ആ എനർജി നമ്മെ വിട്ടു പോയാൽ, നമ്മളതിന് മരണം എന്ന് പറയും, മരിക്കുക. ആ എനർജി നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ തടിക്കഷ്ണം പോലെ ഉള്ളൂ. നമുക്ക് കേൾക്കാനോ ചെവിയും മൂക്കും കാതും എല്ലാം അപ്പോഴും ഉണ്ട്, നമ്മുടെ വായുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് കേൾക്കാനൊക്കില്ല, സംസാരിക്കാനൊക്കില്ല, ഒന്നും ചെയ്യാൻ ഒക്കില്ല. ഒരു മരത്തടി പോലെ കിടക്കുള്ളൂ. കുറെ കഴിഞ്ഞാൽ ചീഞ്ഞ് നാറാൻ തുടങ്ങും. നമുക്ക് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ദഹിപ്പിക്കുകയോ ചെയ്യേണ്ടി വരും. അപ്പൊ അത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആത്മാവ്, ആ ഒരു ജീവചൈതന്യം, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതും ചെയ്യാൻ, നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ ഒക്കുള്ളൂ. അപ്പൊ അതിന് ആ ആത്മാവിന് നിലനിൽക്കാൻ വേണ്ടി ഒരു ശരീരം ആവശ്യമുണ്ട്. അപ്പൊ ആത്മാവിന് ശരീരം പോലെ തന്നെ ഈ ശരീരത്തിന് നിലനിൽക്കണമെങ്കിൽ ഒരു വാസസ്ഥലം വേണം. നമുക്കറിയാം, നമുക്ക് വലിയ പേമാരിയും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനൊക്കെ ഒരു വീട് നമുക്കൊരു വളരെ പ്രൊട്ടക്ഷനായിട്ടും, നമുക്ക് മറ്റു അറ്റ്മോസ്ഫിയറിലുള്ള അല്ലെങ്കിൽ ചുറ്റുപാടുള്ള പല ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനും ഒക്കെ ആയിട്ട് നമുക്കൊരു വീട് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ അത് ആത്മാവിന് ശരീരം എന്ന പോലെ ശരീരത്തിന് ഒരു വാസസ്ഥലവും ആവശ്യമാണ്. പിന്നെ 4 ദിക്കുകളാണ്: വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്. ഈ 4 ദിക്കുകളിൽ നിന്നും വരുന്ന ആ ഊർജം, പ്രസരിക്കുന്ന പ്രപഞ്ചശക്തി. ആ പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞൊരു ഊർജമാണ്, ഒരു എനർജിയാണ്. ഇത് ഈ ദിക്കുകളുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ്. ഈ 4 ദിക്കുകളിൽ നിന്നും പ്രപഞ്ചശക്തി പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രപഞ്ചശക്തിയെ, അതിന് നമുക്ക് ഈ 4 ദിക്കുകളിലും വരുന്ന പ്രപഞ്ചത്തിന്റെ ശക്തിയാണ്. വളരെ വളരെ നമ്മുടെയൊക്കെ ശക്തിയേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ള ഒരു ശക്തിയാണ് പ്രപഞ്ചത്തിന്റെ ശക്തി. അതിന് മാക്രോ കോസ്മിക് എനർജി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മാക്രോ കോസ്മിക് എനർജി, ആ പ്രപഞ്ചത്തിന്റെ ശക്തി. ആ മാക്രോ കോസ്മിക് എനർജി, അതിനെ നമുക്ക് എങ്ങനെ നമ്മുടെ മനുഷ്യന്റെ ശക്തി, അത് മൈക്രോ കോസ്മിക് എനർജി എന്ന് പറയും. നമ്മുടെ ഓരോരുത്തരുടെയും, അത് വളരെ ചെറുതാണ്, മൈക്രോ ആണ്. മൈക്രോ കോസ്മിക് എനർജിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശക്തി. അപ്പൊ നമുക്ക് എങ്ങനെ ഈ പ്രപഞ്ച ശക്തിയും നമ്മുടെ ശക്തിയുമായി ഒരു ലയനം ഉണ്ടാക്കാം, അതായത് അതിനെ സമന്വയിപ്പിക്കാം. നമ്മളുടെ ഈ വാസ്തുശാസ്ത്രത്തിൽ കൂടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മളുടെ ആ ശക്തി, നമ്മളുടെ മനുഷ്യന്റെ ആ മൈക്രോ കോസ്മിക് എനർജിയും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മാക്രോ കോസ്മിക് എനർജിയുമായിട്ട് എങ്ങനെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകാം. ആ സമന്വയം വാസ്തുശാസ്ത്രം നമുക്ക് ഉറപ്പുവരുത്തുന്നു. നമ്മുടെ ചുറ്റുള്ള നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം, ഇതെല്ലാം ഈ എനർജികളെല്ലാം തമ്മിൽ സമന്വയിപ്പിച്ച് ഒരു ബാലൻസോട് കൂടി ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വാസ്തുശാസ്ത്രം നമ്മളെ സഹായിക്കുന്നു. അപ്പം എങ്ങനെ ഇതിനെ സമന്വയിച്ച് ഇത് മനുഷ്യർക്ക് പ്രയോജനകരമായി നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം, അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് വാസ്തുശാസ്ത്രം നമുക്ക് കാണിച്ചു തരും. അപ്പം നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രയാസങ്ങൾ നമുക്കുണ്ടാവും. അപ്പൊ ശരീരം രോഗമുക്തമായിരിക്കണം. അതുപോലെ തന്നെ വാസഗൃഹം വാസ്തുദോഷമുക്തമായിരിക്കണം. ഒരു വീട് അല്ലെങ്കിൽ ഒരു കെട്ടിടം, വീടല്ല, ഏത് കെട്ടിടം ആയിക്കോട്ടെ, അതിന് വാസ്തുദോഷം ഉണ്ടെങ്കിൽ അത് രോഗമുള്ള ശരീരം പോലാണ്. നമ്മുടെ വീട് ഒരു ശരീരമാണെങ്കിൽ അതിലുണ്ടാകുന്ന വാസ്തുദോഷം ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പൊ ആ രോഗം ഇല്ലാത്ത വാസഗൃഹം, ആ രോഗമുക്തമായ അല്ലെങ്കിൽ വാസ്തുദോഷമുക്തമായ വാസഗൃഹം, അത് നമുക്ക് നേടാനായിട്ട് നമ്മളെ വാസ്തുശാസ്ത്രം സഹായിക്കുന്നു. അപ്പൊ ദോഷമുക്തമായ വാസഗൃഹം നിർമ്മിക്കാൻ, വാസ്തുദോഷമില്ലാത്ത വാസ്തുദോഷമുക്തമായ വാസഗൃഹം നിർമ്മിക്കുവാനും, അങ്ങനെ നിർമ്മിക്കുമ്പോൾ ചിലപ്പോൾ ചില വാസ്തുദോഷങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. എല്ലാം 100% പ്ലാനൊക്കെ കറക്റ്റ് ആണെങ്കിൽ തന്നെയും ആ നിർമ്മിതിയുടെ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചില വാസ്തുദോഷങ്ങൾ ഉണ്ടായെന്നൊക്കെ വരാം. അപ്പൊ അതാണ് ദോഷമുക്തമായ വാസഗൃഹം നിർമ്മിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും വാസ്തുദോഷം നമ്മൾ അറിയാതെ ചിലപ്പോൾ കടന്നുകൂടിന്ന് വരും.
അങ്ങനെ കടന്നുകൂടിയാൽ അതിനെ ഇല്ലാതാക്കുക. ആ വാസ്തുദോഷത്തെ നമ്മൾ മാറ്റി പൂർണ്ണമായും ആ വാസ്തുദോഷം ഇല്ലാത്ത അവസ്ഥ നമുക്ക് അനുഭവിക്കുവാൻ നമ്മളെ ഈ വാസ്തുശാസ്ത്രം സഹായിക്കുന്നു. അതാണ് ദോഷമുക്തമായ വാസഗൃഹം നിർമ്മിക്കാനും, അങ്ങനെ നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും വാസ്തുദോഷം അറിയാതെ കടന്നുകൂടിയാൽ അത് പരിഹരിക്കാനുമുള്ള മാർഗങ്ങൾ വാസ്തുശാസ്ത്രം നമുക്ക് നിർദ്ദേശിക്കും. നമുക്കത് ആ അറിവ് നമുക്ക് തരുന്നു. വാസ്തുശാസ്ത്രത്തിന് അനുകൂലമായ നമ്മുടെ ഭാരതത്തിലെ കാര്യം എടുക്കുക, നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് വാസ്തുശാസ്ത്രത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി അല്ല നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഭാരതത്തിനുള്ളത്. കാരണം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യമാണ്. അതായത് എപ്പോഴും വടക്ക് ഭാഗം താന്നും തെക്ക് ഭാഗം പൊങ്ങിയിരിക്കുന്ന പുരയിടം അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ ഒരു പ്രദേശം, ഇതെല്ലാം വടക്കിനേക്കാൾ തെക്ക് പൊങ്ങിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വടക്ക് താന്നും തെക്ക് പൊങ്ങിയിരിക്കണം. പക്ഷെ നമ്മുടെ ഭാരതത്തിൽ നോക്കുക, വടക്ക് ഹിമാലയ പർവ്വതങ്ങൾ വളരെ പൊക്കമാണ്, വടക്ക് ഭാഗം വളരെ വളരെ പൊങ്ങിയിരിക്കുക. നമ്മുടെ തെക്ക് ഭാഗത്ത് സമുദ്രമാണ്, ഇന്ത്യൻ ഓഷനും അങ്ങനെയുള്ള സമുദ്രങ്ങളാണ് തെക്ക് ഭാഗത്ത്. അപ്പോൾ അത് വലിയ കുഴിയാണ്. അപ്പോൾ ആ തെക്ക് ഭാഗം വളരെ താന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, വടക്ക് ഭാഗം വളരെ പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഭൂപ്രകൃതി ഭാരതത്തിന്റെ ഭൂപ്രകൃതി വാസ്തുശാസ്ത്രം അനുസരിച്ച് ദോഷകരമായ ഒരു ഭൂപ്രകൃതിയാണ്. അതുപോലെ തന്നെ ഇവിടെ കേരളം എടുക്കുക. നമ്മൾ കേരളം എടുത്തിയാൽ കിഴക്ക് ഭാഗത്ത് വലിയ മലകളാണ്, പടിഞ്ഞാറ് ഭാഗത്ത് സമുദ്രമാണ്. പടിഞ്ഞാറ് ഭാഗം താന്നും കിഴക്ക് ഭാഗം പൊങ്ങി. പക്ഷെ അത് നല്ലതല്ല. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളിത് പഠിക്കുവാനെ പറ്റി പൊക്കത്താഴ്ചയെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കും. എപ്പോഴും പടിഞ്ഞാറ് വശം പൊങ്ങിയും കിഴക്ക് വശം താഴ്ന്നു ഇരിക്കുന്നതാണ് വാസ്തുശാസ്ത്ര പ്രകാരം ഏറ്റവും നല്ലത്. നമ്മുടെ കേരളത്തിന്റെ കാര്യം എടുത്താൽ നേരെ വിപരീതമാണ്. അപ്പൊ ഭാരതത്തിന്റെ കാര്യം എടുത്താലും നേരെ വിപരീതമാണ്. അതിനുള്ളിൽ നമ്മുടെ കേരളത്തിന്റെ കാര്യം എടുത്താലും വാസ്തു വിധികൾക്ക് നേരെ വിപരീതമായിട്ടുള്ളൊരു ഭൂപ്രകൃതിയാണ് ഭാരതത്തിനും കേരളത്തിനുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് ആൾറെഡി നമുക്കൊരു ദോഷമുണ്ട്, അതിൻ്റെതായ ദോഷങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ആ ദോഷങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മുക്തമായി നമുക്ക് ശരിയായ വിധത്തിലുള്ള ഒരു നല്ലൊരു ലൈഫ്, നല്ലൊരു ജീവിതം, അല്ലെങ്കിൽ ഒരു സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ നമ്മൾ കൂടുതലായി വാസ്തുശാസ്ത്ര വിധികൾ മറ്റുള്ള സ്ഥലക്കാരെ പോലെ, മറ്റുള്ള സ്ഥലക്കാരെക്കാൾ കൂടുതലായിട്ടും നമ്മൾ വാസ്തുശാസ്ത്രത്തെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രയോജനകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കി നമുക്ക് പ്രയോജനകരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമാണ് വാസ്തുശാസ്ത്രം. പറഞ്ഞാണ് വടക്ക് കിഴക്കും ഉന്നതങ്ങളായ പർവ്വതനിരകളും, അതുപോലെ തെക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും നമ്മുടെ സമുദ്രമാണ്. തെക്ക് പടിഞ്ഞാറും സമുദ്രവും, വടക്ക് കിഴക്കും പർവ്വതവുമാണ്. അപ്പൊ അത് വാസ്തുശാസ്ത്ര വിധികൾ അനുസരിച്ച് ദോഷകരമായിട്ടുള്ള ഒരു സ്ലോപ്പാണ്. അപ്പൊ പർവ്വതനിര തെക്ക് പടിഞ്ഞാറും സമുദ്രത്തിന്റെയും സാന്നിധ്യം വാസ്തുവിധികൾക്ക് അനുകൂലമല്ല. അതുകൊണ്ട് വാസ്തുവിധികൾക്ക് അനുകൂലമായിട്ടുള്ള രാജ്യങ്ങളെക്കാൾ വാസ്തുശാസ്ത്ര വിധികൾക്ക് ഭാരതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആ ഭൂപ്രകൃതി തന്നെ വാസ്തുവിധികൾക്ക് എതിരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ മാത്രമേ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നമുക്കൊരു നല്ലൊരു ലൈഫ് ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകിച്ചും ഭാരതത്തിന് അങ്ങനെയാകും കുറച്ചുകൂടെ കൂടുതലാണ്. അതിനെ ഇവിടെ കാണിച്ചിട്ടില്ലെങ്കിലും കേരളത്തിന്റെ കാര്യം, അതും കിഴക്കുവശം പൊങ്ങിയും പടിഞ്ഞാറുവശം താഴ്ന്നുമിരിക്കുകയാണ്. അത് നല്ലതല്ല. അപ്പൊ ഇങ്ങനെയുള്ള പല ദോഷങ്ങളും ഭാരതത്തിൽ തന്നെ കേരളത്തിലുള്ളവർ കുറെ കൂടെ ദോഷം കൂടുതലാണ്. അപ്പൊ ഈ ദോഷത്തെ എല്ലാം നമ്മൾ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ വാസ്തുവിധികൾ അനുസരിച്ച് തന്നെ നമ്മൾ വീടുകളും മറ്റു കെട്ടിടങ്ങളും വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഇതിനൊക്കെ വിട്ടിട്ട് നമുക്ക് നല്ലൊരു ജീവിതം, നമുക്കൊരു നല്ലൊരു ഐശ്വര്യകരമായ ജീവിതം വാസ്തുശാസ്ത്രം നമുക്ക് പ്രദാനം ചെയ്യും. അപ്പൊ ഇത് നമ്മൾ കാരണം ഭാരതത്തിന്റെ ഭൂപ്രകൃതി, അതുപോലെ കേരളത്തിന്റെ ഭൂപ്രകൃതി വാസ്തുവിധികൾക്ക് അനുകൂലമല്ല. അതുപോലെ വാസ്തുശാസ്ത്രം മനുഷ്യന്റെ വാസഗൃഹ സംബന്ധികളായ തത്വങ്ങളെ വാസഗൃഹവുമായി വീടുമായി സംബന്ധിക്കുന്ന തത്വങ്ങളെ പ്രതിപാദിക്കുന്നതാണ്. മനുഷ്യരിലായാലും പ്രകൃതിയിലായാലും അന്തർലീനങ്ങളായ ശക്തികളുടെ പ്രവർത്തനങ്ങളെയും പ്രതിപ്രവർത്തനങ്ങളെയും അതൊക്കെ പോട്ടെ, അതൊന്നും എടുക്കണ്ട. നമ്മൾ ഇല്ലേ? ഓ ശരി, ഞാൻ ആദ്യം ഇത് കൊടുത്താണ്. ഞാൻ ഒന്നുകൂടെ നോക്കാം.
പ്രസന്റ് ചെയ്തതാണ്. ഇപ്പൊ എല്ലാവർക്കും ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്ന് എഴുതിയേക്കുന്ന കാണാവോ? വായിക്കാമോ? ഓക്കെ. നേരത്തെ കണ്ടില്ലല്ലോ ഇതല്ലേ? ഓ ശരി. അപ്പൊ ഞാനത് തന്നെ, പക്ഷെ അതെങ്ങനെയാ അത് കിട്ടിയില്ല. ഓക്കെ, സാരമില്ല. ആദ്യത്തെ ആ ഇൻട്രഡക്ഷൻ ഒന്നുകൂടെ എല്ലാം അതിനൊന്നും ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നു. അതുപോലെ ഈ വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ടുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പം നമ്മളെല്ലാം വീടുകളിലാണ് കഴിച്ചു കൂട്ടുന്നത്. പ്രസ്തുത വീടുകളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സാമ്പത്തിക അഭിവൃദ്ധിയും വാസ്തുശാസ്ത്രം ഉറപ്പുവരുത്തുന്നു. പിന്നെ നമ്മളൊരു വാസ്തു കൺസൾട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വീട് പ്ലാൻ ചെയ്ത് വീട് വയ്ക്കുന്ന ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ, ഒരു മോഡേൺ എഞ്ചിനീയർ, അവരുമായിട്ട് ഈ വാസ്തു കൺസൾട്ടന്റുമായിട്ട് കുറെ ഒരു വ്യത്യാസം പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ച് നോക്കിയാൽ, ഒരു വാസ്തു ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ, മോഡേൺ എഞ്ചിനീയർ ഒരു വീട് വയ്ക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, ആ വീട് നല്ല സൗകര്യമുള്ളതായിരിക്കണം, വീടിനൊരു ഭംഗി ഉണ്ടായിരിക്കണം, വീടിന് നല്ല ഉറപ്പുണ്ടായിരിക്കണം. കാരണം ഒരു കാറ്റോ മഴയോ വന്നാൽ പോകാൻ പാടില്ല, ഫൗണ്ടേഷനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള, അതായത് ഉറപ്പ്, വീടിന്റെ ഉറപ്പ്, അല്ലെങ്കിൽ വീടിന്റെ ആ ഫൗണ്ടേഷൻ, ബേസ്മെന്റ്, അങ്ങനെയുള്ള വീടിനുള്ള ഉറപ്പും, അതുപോലെ വീടിന്റെ ഭംഗി, കാഴ്ചക്ക് ഒരു ഭംഗി ഉണ്ടായിരിക്കണം വീടിന്. അതുപോലെ തന്നെ വീടിന്റെ സൗകര്യങ്ങൾ. ഇപ്പൊ അടുക്കള ഒരു ഭാഗത്തും നേരെ കുറെ ദൂരെ മാറി ഡൈനിങ് റൂം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സൗകര്യം കുറവാണ്. അപ്പൊ അതുപോലുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ മോഡേൺ ആർക്കിടെക്ട് അല്ലെങ്കിൽ മോഡേൺ എഞ്ചിനീയേഴ്സ് വളരെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഒരു വാസ്തു കൺസൾട്ടന്റ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൂടാതെ, ഇപ്പോൾ ഒരു വീടാണ് ചെയ്യുന്നതെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ അവരുടെ സാമ്പത്തിക സ്ഥിതി, അതായത് അവർക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക സ്ഥിതിയിലുള്ള ഉയർച്ച, അതുപോലെ അവരുടെ ആരോഗ്യം, അവർക്കുണ്ടാകുന്ന ആരോഗ്യത്തിലുള്ള അവരുടെ ആരോഗ്യം മെച്ചപ്പെടുക, അതുപോലെ തന്നെ അവർക്ക് കുടുംബത്തിലുള്ള ആ വീട്ടിൽ താമസിക്കുന്നവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം ഒരു വാസ്തു കൺസൾട്ടന്റ് ഇതെല്ലാം നോക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അതിന് വാസ്തുശാസ്ത്രത്തിൽ അതിനെല്ലാം ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പൊ അതാണ് വാസ്തു കൺസൾട്ടന്റും ആർക്കിടെക്റ്റും തമ്മിൽ ഒരു കമ്പാരിസൺ. ഇനി വാസ്തു ഒരു ശാസ്ത്രമാണോ എന്നൊക്കെ പല സംശയമാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ വാസ്തുശാസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ പോരാ. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ്. വാസ്തു ഒരു സയൻസ് ആണോ? എൻ്റെ അഭിപ്രായത്തിൽ ഒരു സയൻസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമാകില്ല, അതൊരു സൂപ്പർ സയൻസ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോഴും വാസ്തുശാസ്ത്രത്തിലുള്ള പല കാര്യങ്ങളും ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല, സയൻസിന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ സയൻസിന് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇതൊക്കെ തെറ്റാണെന്ന് ചിലർ പറയാറുണ്ട്. പക്ഷെ അതല്ല, പലതും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സയൻസിനേക്കാൾ കുറെ കൂടെ ഉയർന്ന നിലയിൽ എത്രയോ വർഷങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി നമ്മുടെ നാട്ടിൽ പ്രചരിച്ചതാണ് വാസ്തുശാസ്ത്രം. അന്നത്തെ ടെക്നോളജി ഇന്നത്തെ ടെക്നോളജിയായിട്ട് വളരെ വ്യത്യാസമുണ്ട്. സാങ്കേതികം ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ടെക്നോളജിയും ഇന്നുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ടെക്നോളജിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അങ്ങനെ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും ഇന്നും ആളുകൾ, ധാരാളം പേർ വാസ്തുശാസ്ത്ര നിബന്ധനകൾ അനുസരിച്ച് വീട് വയ്ക്കുന്നതിനുള്ള താല്പര്യം ആളുകൾക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തന്നെ അറിയാം, എൻ്റെ മുമ്പ് അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പം വരുന്നുണ്ട്. അതായത് ആളുകൾക്ക് വാസ്തുശാസ്ത്ര നിബന്ധനകൾ അനുസരിച്ച് വീട് വയ്ക്കാനും, അതല്ല ഇപ്പൊ എക്സിസ്റ്റിംഗ് വീട്, ഇപ്പൊ നിലവിലുള്ള ഒരു വീടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യാനുമായിട്ട് കൂടുതൽ ആളുകൾ ഇന്നിപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാസ്തുശാസ്ത്രത്തിൽ ആളുകൾക്കുള്ള വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ഈ വളരെ വളരെ പഴയ അഡ്വാൻസ് ടെക്നോളജി ആണെങ്കിൽ ഇന്നത്തെ ടെക്നോളജിയെയും ഉൾക്കൊള്ളാനുള്ള ആ ഒരു കഴിവ്, ആ ഒരു ശക്തി വാസ്തുശാസ്ത്രത്തിനുണ്ട്.
അതിൻ്റെ ഒരു സത്യമാണ്, ഇതൊരു ട്രൂത്താണ്, ഫാക്റ്റ് ആണെന്നുള്ള ആ ബോധം നമുക്കുണ്ടാക്കാൻ അത് വളരെ സഹായിക്കും. അതുപോലെ നമുക്കറിയാം ഈ വാസ്യാസത്തില് പഞ്ചഭൂതങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പഞ്ചഭൂതങ്ങൾ. നമുക്ക് ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി, ഇത് അഞ്ചുമാണ് പഞ്ചഭൂതങ്ങൾ. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ 8 ദിശകൾ എന്ന് പറഞ്ഞാൽ 4 ദിശകൾ, കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, പിന്നെ 4 കോണുകൾ, വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്. അപ്പൊ ഇത് ഈ 4 ദിശകളും 4 കോണുകളും കൂടെ ചേരുന്നതിനാണ് ഈ 8 ദിശകൾ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ, 8 ദിശകൾ, അതുപോലെ സൂര്യനാടി, ചന്ദ്രനാടി, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പഠിക്കണം. അപ്പൊ സൂര്യനാടി, ചന്ദ്രനാടി, അതുപോലെ വിവിധ തരം ഊർജങ്ങൾ, പലതരത്തിലുള്ള ഊർജ്ജമുണ്ട്. ശരിക്ക് വാസ്തുശാസ്ത്ര പ്രകാരം ശരിക്കും മോർ ദാൻ 50 കൂടുതൽ വിവിധ തരത്തിലുള്ള ഊർജങ്ങളുണ്ട്. അപ്പൊ ഈ ഊർജങ്ങള്, അതുപോലെ പല വിധത്തിലുള്ള വൈബ്രേഷൻ, സ്പന്ദനങ്ങൾ, വൈബ്രേഷൻ, തരംഗങ്ങൾ, വേവ്സ്, ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒരു ആകെത്തുകയാണ് വാസ്തുശാസ്ത്രം. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ നമുക്ക് വരുമ്പോൾ ശരിക്കും വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാല് വളരെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതിനകത്ത് ഒരു സെക്കൻഡ്. അപ്പൊ ഇത് ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഒരു പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ ബൃഹത്തായ ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അതുപോലെ വാസ്തുവിന്റെ ഫലങ്ങൾ ഗുണമായാലും ദോഷമായാലും ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണം മാത്രമോ ദോഷം മാത്രമായിട്ടല്ല. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു സെക്കൻഡ്, വാസ്തുഫലങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം പിന്നെ ഹിമാലയം നമ്മൾ പറഞ്ഞു, വടക്കുവശം വളരെ പൊങ്ങിയിരിക്കുകയാണ്. വളരെ നമ്മുടെ ഭാരതത്തിന്റെ വടക്കുവശം ഹിമാലയ പർവ്വതം വളരെ പൊങ്ങിയിരിക്കുകയാണ്. അത് വാസ്തുവിദ്യകൾക്ക് അനുസരിച്ചല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും അതൊരു ദോഷമാണ്. പക്ഷെ അതിനകത്തൊരു ഗുണമുണ്ട്. കാരണം അത് കംപ്ലീറ്റ് ഐസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഹിമാലയ ഏതാണ്ട് മെജോറിറ്റി ഭാഗവും ഐസ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ്. ഐസ് എന്ന് പറഞ്ഞാൽ ജലമാണ്. അപ്പൊ വടക്കിഴക്കൊക്കെ ജലം വളരെ നല്ലതാണ് വാസ്തുവിധി പ്രകാരം. അപ്പൊ അതുകൊണ്ട് ആ ഐസ് കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ ഹിമാലയ പർവ്വതത്തിന്റെ ദോഷം പൂർണ്ണമായും നമുക്ക് വരില്ല. ഐസ് ആ ദോഷത്തെ വളരെയധികം കുറയ്ക്കുന്നു. അപ്പൊ അതൊരു ഗുണവും ഒരു ദോഷവും അവിടെ തന്നെ ഉണ്ട്. അതാണ് വാസ്തുഫലങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ്. എക്സാമ്പിളാണ് ഐസിൽ പൊതിഞ്ഞ ഹിമാലയം. പിന്നെ പൗരാണിക ഗ്രന്ഥങ്ങള്, അതായത് നമുക്ക് പിന്നെ മയമതം, ഞാൻ ഫോളോ ഗ്രന്ഥങ്ങളാണ്. അതായത് മയമതം, മാനസാര, ബൃഹത്സംഹിത, മനുഷ്യാലചന്ദ്രിക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു ബുക്കാണ്, ഒരു ടെക്സ്റ്റ് ബുക്കാണ് മനുഷ്യാലചന്ദ്രിക. തിരുമംഗലത്ത് ശ്രീ നീലകണ്ഠ ഭൂസ്തത്ത് അദ്ദേഹം എഴുതിയ ഏതാണ്ട് 800ഓളം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സംസ്കൃതത്തിൽ എഴുതിയ ഒരു ഗ്രന്ഥമാണ് മനുഷ്യാലചന്ദ്രിക. അത് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥം എന്ന് പറയുന്നത് മനുഷ്യാലചന്ദ്രികയാണ്. അതേസമയം നമ്മൾ തമിഴ്നാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മയമതത്തിലാണ് കൂടുതൽ പ്രാധാന്യം. മയമതമാണ് അവിടെ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്. അത് നമ്മൾ ആന്ധ്രയിലോട്ടോ അല്ലെങ്കിൽ പിന്നെ കർണാടകം, കർണാടകം അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മാനസാര എന്നൊരു ഗ്രന്ഥമുണ്ട്. അത് വളരെ പേരുകേട്ട പൗരാണിക ഗ്രന്ഥമാണ്. മാനസാരയാണ് പിന്നെ ആന്ധ്ര, അതുപോലെ കർണാടക, ഈ ഭാഗങ്ങളിലൊക്കെ ഫോളോ ചെയ്തത്. നോർത്ത് ഇന്ത്യയിലോട്ട് ഇന്ന് അവിടെ കൂടുതലും നമുക്ക് ബൃഹത്സംഹിതയാണ് കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ. അപ്പൊ ഈ 4 ഗ്രന്ഥങ്ങൾ, അതായത് മനുഷ്യാലചന്ദ്രിക, മയമതം, മാനസാര, ബൃഹത്സംഹിത, ഈ 4 ഗ്രന്ഥങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വളരെ ധൈര്യമായിട്ട് വാസ്തുശാസ്ത്ര കാര്യങ്ങൾ അനുസരിച്ച്, വാസ്തുശാസ്ത്ര വിധികൾ അനുസരിച്ച് നമുക്ക് പുതിയ വീടുകൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഉള്ള വീടുകളിൽ വാസ്തുവിധികൾ അനുസരിച്ച് ദോഷമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ഈ 4 ഗ്രന്ഥങ്ങളാണ്. അപ്പൊ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുകയല്ല. പക്ഷെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പോളിസി, ഈ 4 ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നോ അല്ലെങ്കിൽ പാടില്ല എന്ന് പറയുന്നത് ഞാൻ ചെയ്യില്ല. ഈ ഗ്രന്ഥങ്ങളിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, പിന്നെ മാനസാര എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഒരു വീടിന്റെ 4 വശത്തിന്റെയും മധ്യഭാഗത്ത് പൂരിശാലയം അല്ലെങ്കിൽ ടോയ്ലറ്റ് ആകാം. ഒരു വീടിന്റെ 4 വശങ്ങളുടെയും മധ്യഭാഗത്ത് ടോയ്ലറ്റ് ആകാം എന്ന് മാനസാര എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. 4 വശങ്ങളുടെയും മധ്യം എന്ന് പറഞ്ഞാൽ കിഴക്കിന്റെ മധ്യം, പടിഞ്ഞാറിന്റെ മധ്യം, വടക്കിന്റെ മധ്യം, തെക്കിന്റെ മധ്യം, 4 ദിശകളുടെ മധ്യം, ഇവിടെയൊക്കെ ടോയ്ലറ്റ് ആകാമെന്ന് പിന്നെ
മാനസാര എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം നമ്മൾ ബൃഹത്സംഹിത നോക്കിയാൽ അത് നേരെ വിപരീതമായിട്ട് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് തെക്കിന്റെ മധ്യവും പടിഞ്ഞാറിന്റെ മധ്യവും ആകാന്നൊക്കെ പറയുന്നുള്ളൂ. പക്ഷെ വടക്കിന്റെ മധ്യത്ത് ഒരു പുരിശാലയം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലമാണ്. പുരിശാല അല്ലെങ്കിൽ ടോയ്ലറ്റ് ഒരു നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലമാണ്. അപ്പോൾ വടക്കിന്റെ മധ്യത്തിൽ ടോയ്ലറ്റ് വരികയാണെങ്കിൽ വടക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇനി കുറച്ച് കഴിയുമ്പോൾ അത് പഠിക്കും. വടക്ക് എന്ന് പറഞ്ഞത് അഷ്ടദിക് പാലകർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അഷ്ടദിക് പാലകരിൽ സമ്പത്തിന്റെ അധിപനായ കുബേരന്റെ സ്ഥലമാണ് വടക്കുവശം. ആ കുബേരന്റെ സ്ഥലമായ വടക്കുവശത്ത് എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടെങ്കിൽ അത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. അപ്പൊ അതുകൊണ്ട് ബൃഹസ്പതി പറഞ്ഞ വടക്കിന്റെ മധ്യത്തിൽ ടോയ്ലറ്റ് വന്നാൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നും, ഇനി കിഴക്കിന്റെ മധ്യത്താണ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ, കിഴക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഷ്ടദിക് പാലകരിൽ ഇന്ദ്രന്റെ സ്ഥലമാണ്, ദേവേന്ദ്രന്റെ സ്ഥലമാണ്. അപ്പൊ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ നേതാവ് അല്ലെങ്കിൽ ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ. അപ്പൊ ഈ ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്രന്റെ ഇതിലുള്ള അവിടെ കിഴക്കിന്റെ മധ്യത്തില് അവിടെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അത് ദൈവകോപം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹത്തിൽ കുറവ് വരുന്ന, ഈശ്വരാനുഗ്രഹത്തിൽ നമുക്ക് പ്രയാസം ഉണ്ടാകും. നമ്മൾ അർഹിക്കുന്ന ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് ഉണ്ടാകില്ല എന്നാണ്. അപ്പൊ കിഴക്കിന്റെ മധ്യത്തും വടക്കിന്റെ മധ്യത്തും ടോയ്ലറ്റ് പാടില്ല എന്ന് ബൃഹസ്പതി പറയുന്നുണ്ട്. എല്ലാ വശങ്ങളുടെയും മധ്യത്തിൽ ടോയ്ലറ്റ് ആകാമെന്ന് മാനസാരി പറയുന്നുണ്ട്. ഇത് രണ്ടും പൗരാണിക ഗ്രന്ഥങ്ങളാണ്. നമുക്ക് ഒന്നിനെ നമുക്ക് കുറച്ച് കാണാൻ നോക്കില്ല, ഇതൊന്നും തെറ്റെന്ന് പറയാൻ നമ്മൾ ആളല്ല. പക്ഷെ വളരെ വ്യത്യസ്തങ്ങളായ പലതും ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളും, അതുപോലെ തന്നെ കാമികാഗമം എന്ന് പറഞ്ഞാൽ ആഗമ ഗ്രന്ഥങ്ങൾ, വളരെ വളരെ പുരാതന ഗ്രന്ഥങ്ങളാണ് ആഗമ ഗ്രന്ഥങ്ങൾ. ഈ ആഗമ ഗ്രന്ഥങ്ങളിൽ വളരെ പേരുകേട്ട ഒന്നാണ് കാമികാഗമം. ഈ കാമികാഗമം എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നത് വളരെ വേറെ ഒരു ഗ്രന്ഥത്തിലും ഞാൻ കാണാത്തൊരു കാര്യമാണ്. അതായത് തെക്ക് പടിഞ്ഞാറ് അടുക്കളയ്ക്ക് ഏറ്റവും നല്ലതാണ്. തെക്ക് പടിഞ്ഞാറ് നമ്മുടെ കന്നിമൂല സാധാരണ പറയും, തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കന്നിമൂലയിൽ അടുക്കളയ്ക്ക് നല്ലതാണെന്ന് കാമികാഗമത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം വേറെ ഒരു ബുക്കിൽ ഞാൻ കണ്ടിട്ടില്ല തെക്ക് പടിഞ്ഞാറ് അടുക്കള പാടില്ല, അടുക്കള ഏറ്റവും മോശമായ സ്ഥലമാണെന്നാണ് ബൃഹത്സംഹിതയിലും അതുപോലെ മാനസാര അതുപോലെ മയമതത്തിലും എല്ലാം പറയുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറ് അടുക്കള പാടില്ല, പക്ഷെ തെക്ക് പടിഞ്ഞാറ് അടുക്കള ആകാമെന്ന് കാമികാഗമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ ബുക്കുകൾ തമ്മിൽ തന്നെ, അതും ഇപ്പൊ ഞാൻ എഴുതിയ പുസ്തകം അങ്ങനെയൊന്നുമല്ല, പൗരാണിക ഗ്രന്ഥങ്ങൾ, വളരെയധികം ആൾക്കാർ ഫോളോ ചെയ്യുന്ന പൗരാണിക ഗ്രന്ഥങ്ങളിൽ വരെ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് കുറച്ച് മനസ്സിലായി കഴിഞ്ഞാൽ, ഇതിനെപ്പറ്റി കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ വ്യത്യാസം നമുക്ക് പ്രയാസം ഉണ്ടാക്കില്ല. ഈ വ്യത്യാസം നമുക്ക് എന്ത് വേണമെന്ന് നമുക്ക് തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കും. നമുക്ക് തന്നെ ഉൾക്കൊണ്ട് ശരിയായ വിധത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഇതിൽ അങ്ങനെ വരുന്നു, മറ്റേതിൽ തിരിച്ചു വരുന്നു, അതൊക്കെ കൺഫ്യൂഷൻ ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടാവും, ആദ്യത്തെ ആ സമയത്തുണ്ടാവും. പക്ഷെ നമ്മൾ ഇതിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇതിനകത്ത് ഇറങ്ങിയാൽ, ഇതിലേക്ക് നമ്മൾ കൂടുതൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ ഈ വ്യത്യാസങ്ങൾ നമുക്കൊരു പ്രയാസമായി തോന്നില്ല. ഇതിൽ നമുക്ക് ഏതാണ് വേണ്ടത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ അതാണ് ഈ പൗരാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഫോളോ ചെയ്യുന്ന വേറെ, അത് മാത്രമല്ല വേറെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് പൗരാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഫോളോ ചെയ്യുന്ന ഈ നാലുമാണ്: മനുഷ്യാലയേന്ദ്രിക, മയമതം, മാനസാരം, ബൃഹത്സംഹിത. ഇനി സിലബസ് പ്രകാരമുള്ള ഈ പിന്നെ ഡിപ്ലോമ കോഴ്സിന്റെ സിലബസ് പ്രകാരം 3 പുസ്തകങ്ങളുണ്ട്. അതായത് പിന്നെ ആ 3 പുസ്തകങ്ങൾ ഞാൻ തന്നെ എഴുതിയതാണ്. ഇന്റഗ്രേറ്റഡ് വാസുവിന്റെ സംയോജിത വാസ്യാസ്ത്രം എന്ന പേരുള്ള വോളിയം 1, വോളിയം 2, വോളിയം 3. ഈ കംപ്ലീറ്റ് ഈ ഡിപ്ലോമ കോഴ്സിന്റെ സിലബസ് ഈ 3 പുസ്തകങ്ങളായിട്ട് കവർ ചെയ്യും. ഈ 3 പുസ്തകങ്ങളിൽ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും. അപ്പോൾ അതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. സിലബസ് പ്രകാരമുള്ള 3 പുസ്തകമുണ്ട്. അതുപോലെ തന്നെ ഈ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞാണ്, സാങ്കേതികയും വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഒരു പിന്നെ ശരിക്ക് ക്ലാസ് തുടങ്ങും. ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് അതിനകത്തുള്ള നമ്മൾ അധികം ഡീപ്പായിട്ട് പോയില്ല. പക്ഷെ സാധാരണ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തുടങ്ങുന്നത് ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. ആ പ്രാർത്ഥന ഞാനൊന്ന് പറയാം, നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഭൃഗിർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാമയസ്തഥ നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മ കുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോ ഉപദേശക. അതായത് 10 പേരുടെ 10 മഹർഷിമാരുടെ, പൗരാണിക മഹർഷിമാരുടെ 10 പേരുടെ പേരുകൾ പറഞ്ഞിട്ട് അഷ്ടാദശൈത വിഖ്യാത, അഷ്ടം പറഞ്ഞാൽ 8, ദശം പറഞ്ഞാൽ 10, അഷ്ടാദശം പറഞ്ഞാൽ 18. അപ്പൊ 18 പേരുടെ പേര് പറഞ്ഞിട്ട് ഈ 18 ആചാര്യന്മാരാണ്
ഈ പ്രപഞ്ച രഹസ്യങ്ങളിൽ നിന്നും വാസ്തുശാസ്ത്രം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മെ പോലെയുള്ള സാധാരണക്കാരുടെ പ്രയോജനത്തിനായിട്ട് ഈ വാസ്തുശാസ്ത്രം നമുക്ക് തന്നിട്ടുള്ളത് ഈ 18 ആചാര്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, വാസ്തുശാസ്ത്രപരമായിട്ട് എന്ത് ചെയ്യുമ്പോഴും, അത് പഠിക്കുകയാകട്ടെ അല്ലെങ്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യട്ടെ ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ഈ 18 ആചാര്യന്മാരെ സ്മരിച്ചുകൊണ്ട് വേണം അത് പഠിക്കാൻ വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ആചാര്യന്മാരെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, നമ്മൾ എപ്പോഴും സ്മരിക്കണം. അതുപോലെ നമുക്ക് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ നമുക്കറിയാം, കത്തിപ്പോയി വലിയ ബഹളമൊക്കെ ഉണ്ടായത് നമുക്കറിയാം. ഇപ്പൊ വീണ്ടും പുതിയതൊക്കെ അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ അതില് നമ്മൾ 2003 ആഗസ്റ്റ് 11 ഹിന്ദു പേപ്പർ നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ഡേറ്റ് ഒന്ന് കുറിച്ച് വയ്ക്കുക. ഈ ഹിന്ദു പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ വേൾഡ് ട്രേഡ് സെന്ററിനെ പറ്റിയുള്ള വാസ്തുപരമായ കുറെ കാര്യങ്ങളുണ്ട്. ഒരു വലിയ ആർട്ടിക്കിളുണ്ട് വേൾഡ് ട്രേഡ് സെന്ററിനെ പറ്റി, USA അതെന്താണ്, അത് വാസ്തുശാസ്ത്രപരമായിട്ട് അതിനുള്ള അതിന്റെ ചില ദോഷങ്ങൾ, ആ ദോഷങ്ങൾ കാരണം അതിനുണ്ടായിട്ടുള്ള അതെല്ലാം വളരെ ഇതായിട്ട് അതിനകത്ത് പിന്നെ 2003 ആഗസ്റ്റ് 11 ഹിന്ദു പേപ്പറിൽ വളരെ വിവരിച്ചത് ഒരു വലിയൊരു ആർട്ടിക്കിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് സാധിക്കുന്നവര് ഈ ഡേറ്റ് നോട്ട് ചെയ്തിട്ട് വായിച്ചു നോക്കുക. അത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ പിന്നെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഈ ഒരു പെട്ടെന്ന് നാശത്തിലേക്ക് പോകാനുള്ള വാസ്തുശാസ്ത്രപരമായി പറയുന്ന കാരണങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. ഇനി നമ്മുടെ ക്ലാസ്സിനെ പറ്റി നമ്മൾ പറയുന്ന വെച്ചാല് ആദ്യം ഒന്ന് നമ്മൾ ഒരു നിശ്ചയദാർഢ്യമാണ്. ഈ പഠിക്കണം എന്നുള്ള താല്പര്യം നിങ്ങൾക്ക് ഒരു വളരെ ഫേം ആയിട്ടുണ്ടാവണം. അല്ലാതെ ഇതൊക്കെ മറ്റു പല ക്ലാസ്സുകളും പോലെ ഇങ്ങനെ പോവും. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാതെ 100% നിശ്ചയദാർഢ്യത്തോടു കൂടി 100% കമ്മിറ്റ്മെന്റോട് കൂടി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് ഗുണമുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ക്ലാസ് ഞാൻ ഒരുപോലെയാണ് എടുക്കുന്നത്. നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് നിശ്ചയദാർഢ്യം ആർക്കൊക്കെ ഉണ്ടോ അവർക്ക് ഇത് കൂടുതൽ ബെറ്ററാവും. അപ്പൊ ഒരു മനസ്സിൽ ഉറപ്പിക്കുക, ഞാൻ ഇത് മനസ്സിലാക്കും. ചിലപ്പോൾ കുറച്ച് മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. അപ്പൊ അങ്ങനെ ഒരു നിശ്ചയദാർഢ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. ഇത് ഞാൻ മനസ്സിലാക്കും, ഇത് വളരെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട ഒരു ശാസ്ത്രമാണ്, ഈ ശാസ്ത്രം ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കും എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം നിങ്ങൾക്ക് ഉണ്ടാകുക. അത് നമുക്ക് ഈ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനമാണ് മനസ്സിലാക്കാനായിട്ട്. അതുപോലെ രണ്ടാമത്, പൂർണ്ണമായും പങ്കെടുക്കണം. ഇടയ്ക്കൊന്ന് പോകുന്നു, ഇടയ്ക്ക് പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ ഓൺലൈനൊക്കെ ആകുമ്പോൾ ഇടയ്ക്കൊന്ന് പോവുക, അങ്ങോട്ട് പോകുക, ഇങ്ങോട്ട് അങ്ങനെയൊക്കെ അല്ലാതെ തുടങ്ങിയാൽ തീരുന്നവരെ 100% നിങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുക, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുക. പിന്നെ ഈ ക്ലാസ്സിൽ നമുക്ക് വാസ്തുശാസ്ത്രം ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ബൃഹത്തായ ഒരു ശാസ്ത്രമാണ്, വളരെ ബൃഹത്തായ ശാസ്ത്രമാണ്. അതെല്ലാം നമുക്ക് ഒരു ഡിപ്ലോമ കോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് കൊണ്ടോ ഒന്നും വാസ്തുശാസ്ത്രം പൂർണ്ണമായും പഠിക്കാമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. ഈ ഒരു ക്ലാസ്സിൽ നിന്നും അങ്ങനെ കിട്ടാൻ പോകുന്നില്ല. ശരിക്കും ഈ ക്ലാസ്സിൽ നിന്നും നമുക്ക് കിട്ടുന്നത്, നിങ്ങൾ ഈ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്തു, അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്തു, പരീക്ഷയ്ക്കൊക്കെ എഴുതി വളരെ ഉയർന്ന മാർക്ക് 90% അല്ലെ അതിൽ കൂടുതലോ അല്ലെ 100% ഒക്കെ മാർക്ക് വാങ്ങിച്ച് നിങ്ങൾ ജയിക്കുന്നു. ഇതൊക്കെ ചെയ്താലും ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത് വാസ്തുശാസ്ത്രത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ 25% ഉള്ളൂ. 25% ക്ലാസ്സിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പൊ പിന്നെ വേറെ ബാക്കി 75% എങ്ങനെയാണ്? സ്വാധ്യായം, അത് 25% ആണ്. സ്വാധ്യായം ഞാൻ നമ്മൾ ഇപ്പൊ ഇന്നിവിടെ എന്തെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഒന്നുകൂടെ നോക്കണം, അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ഒന്ന് നോക്കണം. പലരും അത് ചെയ്യാറില്ല. ഇതൊക്കെ മനസ്സിലാക്കിയാലും ഇത് പലരും നിങ്ങൾ ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾ അതിന് ഗുണം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, ഇതിന്റെ പ്രയോജനം പൂർണ്ണമായിട്ട് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, ഇതുകൊണ്ടുള്ള നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുണകരമായിട്ട് ഈ വാസ്തുശാസ്ത്രം മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള സ്റ്റഡി വളരെ ആവശ്യമാണ്. സ്വാധ്യായം വീട്ടിൽ പോയി നിങ്ങളൊന്ന് ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് മനസ്സിലാക്കി കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യും അടുത്ത ക്ലാസ്സിൽ. അപ്പം ക്ലാസ്സിൽ നിന്ന് 25%, സെൽഫ് സ്റ്റഡി അല്ലെങ്കിൽ സ്വാധ്യായത്തിൽ കൂടി 25%, അപ്പൊ 50%. പിന്നെ മൂന്നാമത്തെ 25% മറ്റു വഴികളിൽ കൂടി. മറ്റു വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പൊ ഇവിടെ പഠിപ്പിക്കുന്ന വേറെ ഏതെങ്കിലും അധ്യാപനം മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു സെമിനാറുകളൊക്കെ വാസ്തുശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട സെമിനാറുകളൊക്കെ വരും. അങ്ങനെ സെമിനാറുകളൊക്കെ വന്ന് ആ സെമിനാർ പോയി അറ്റൻഡ് ചെയ്യാം.
അപ്പൊ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കുറെ കിട്ടും. അങ്ങനെയുള്ള പിന്നെ പുസ്തകങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അത് പൗരാണിക ഗ്രന്ഥങ്ങളും ഉണ്ട്. അല്ലാതെ തന്നെ ഇപ്പൊ ഇന്നുള്ള മോഡേൺ വാസ്തു ശാസ്ത്ര അവരുടെ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ കൂടുതൽ വായിക്കുകയും വാസ്തുശാസ്ത്രം കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യാം. കാരണം ഇത് എപ്പോഴും നമ്മളത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അതൊക്കെ ഈ മറ്റു വഴികളിൽ കൂടി, ക്ലാസ്സുകളിൽ കൂടി ഒക്കെ മനസ്സിലാക്കുന്നതാണ്. മറ്റു അധ്യാപകരുടെ നിന്നും അതുപോലെ പുസ്തകങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കുന്ന പിന്നെ സെമിനാറുകൾ അങ്ങനത്തെയൊക്കെ അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കുന്നതാണ് 25%. അതും ഒരു 25% കിട്ടും. ഇത് മൂന്നും കൂടി 75%. പക്ഷെ പിന്നെ ഒരു 25 ഉണ്ട്. അത് ബൈ എക്സ്പീരിയൻസ് ഓൺലി. അത് നിങ്ങൾ ഇപ്പൊ ഇതെല്ലാം പഠിച്ചു, എല്ലാം മനസ്സിലായി, അത് കഴിഞ്ഞ് നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആ 25% കിട്ടില്ല. ആ 25% വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കണം. പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കുന്നതിൽ കൂടി അവസാനത്തെ 25% കിട്ടും. അപ്പൊ നമുക്ക് 100% വരും. ക്ലാസ്സിൽ നിന്ന് 25%, സ്വാധ്യായം 25%, മറ്റു വഴികൾ കൂടി 25%, പ്രവർത്തന പരിചയം എക്സ്പീരിയൻസ് അതിൽ കൂടി 25%. അപ്പൊ നമുക്കൊരു ഇത് 4 ആയാൽ തന്നെ എല്ലാ വാസ്തു മുഴുവൻ പഠിക്കാമെന്ന് പറയാനില്ല. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നമുക്ക് മറ്റുള്ളവർക്കും പ്രയോജനകരമായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് 4 നമുക്ക് വേണം. ഈ 4 വഴി കൂടി നമ്മൾ ആ 100%ലേക്ക് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ പൂർണ്ണമായ പങ്കെടുക്കൽ ഇത് 4 ഉണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിൽ വെക്കുക. ഇതൊക്കെ പറഞ്ഞാലും പലരും ക്ലാസ്സിൽ ഒരു ക്ലാസ് പോയി കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിലായിരിക്കും പിന്നെ പുസ്തകം നോക്കുന്നത്. അത് ഇല്ല, നമ്മൾ സ്വന്തമായിട്ട് സ്വാധ്യായം ചെയ്യുക. മൂന്നാമത്തത് ഗവേഷണത്വര. ഗവേഷണത്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ച് മെന്റാലിറ്റിയോടുകൂടി വേണം ഈ സബ്ജക്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ, ഈ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുക. റിസർച്ച് മെന്റാലിറ്റിയാണ് ഗവേഷണം, റിസർച്ച്. കാരണം നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞാണ്, ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീടുകളുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമാണ്. അപ്പൊ ഇതിൽ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കും. ചില കാര്യങ്ങളൊക്കെ വാസ്തു ദോഷങ്ങളാണ്, ചില കാര്യങ്ങളൊക്കെ വാസ്തു ഗുണങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ദോഷത്തെ പറ്റി ഒരു ദിവസം പഠിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുടെ ആരുടെങ്കിലും വീട്, നിങ്ങൾ പല വീടുകളിൽ പോകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വീടുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ നോക്കണം, ഈ വീട്ടിൽ ഞാൻ ആ പഠിച്ച വാസ്തുദോഷം ഉണ്ടോ. അവരോട് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മളുടെ ഇതിനു വേണ്ടി നമ്മൾ നോക്കുക. വാസ്തുദോഷം ഉണ്ടെങ്കിൽ ആ വാസ്തുദോഷം കൊണ്ട് ഇന്ന വാസ്തുദോഷം കൊണ്ട് ഇന്ന ദോഷം ഉണ്ടാകും എന്ന് ക്ലാസ്സിൽ ചിലപ്പോൾ പറഞ്ഞു വരും. ഇന്ന പോലെ ദോഷം ഉണ്ടെങ്കിൽ അത് കാരണം അവിടെ താമസിക്കുന്നവർക്ക് ഇന്ന പ്രയാസങ്ങൾ ഉണ്ടാകും, നമ്മൾ പഠിക്കും. അപ്പൊ അവിടെ താമസിക്കുന്നവർ നിങ്ങൾക്ക് പരിചയമുള്ളവരാണെങ്കിൽ, സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അവരുടെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അവിടെ താമസിക്കുന്നവർക്ക് ഈ വാസ്തുദോഷം കൊണ്ടുള്ള ദോഷഫലം അവർക്കുണ്ടായിട്ടുണ്ടോ. അപ്പൊ അതാണ് ഒരു ഗവേഷണം, ഒരു റിസർച്ച്. ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അഥവാ അതില്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ ദോഷമുണ്ട്, പക്ഷെ ആ ദോഷത്തിന്റെ ദോഷഫലം അവരനുഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്. ഇങ്ങനെ ഇതൊക്കെയാണ് ഒരു റിസർച്ച്, ആ ഒരു ഗവേഷണത്വര എന്ന് പറഞ്ഞതാണ്, ഒരു ഗവേഷണം. അപ്പൊ അങ്ങനെ ഈ സബ്ജക്റ്റ് പഠിച്ചാൽ, ഈ വിഷയം പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും ഇത് കൂടുതൽ മനസ്സിൽ ഉറക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓർത്ത് വെച്ചേക്കുക, ഈ കാര്യങ്ങളെല്ലാം. അവർ നാലാമത്തത് ദൈവീക ബോധം. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഒരു ഹയർ ഫോഴ്സുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ. ആ കണക്ഷൻ നമുക്കെല്ലാം ഉണ്ട്. പക്ഷെ ആ കണക്ഷനെ പറ്റി അവെയർ ആകുക, ആ കണക്ഷനെ പറ്റി ബോധവാന്മാരാകുക. അപ്പൊ അവിടുന്ന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കിട്ടിക്കോളും. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ മനസ്സിലാക്കും. ഇത് ഇപ്പം വേണ്ട. അപ്പൊ നമ്മളിനി വേണ്ട 1 മണിക്കൂർ ആയി, നമുക്ക് ആയില്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ സിലബസ് ഇത് തരികയാണ്. നമ്മൾ സിലബസ് അനുസരിച്ച് ക്ലാസ്, നമ്മൾ അടുത്ത ക്ലാസ് പോലെ സിലബസ് അനുസരിച്ച് ക്ലാസ് തുടങ്ങും. ഇന്ന് നമ്മൾ സിലബസ് തരികയാണ്. അപ്പൊ എല്ലാവരും പേനയും പേപ്പറും എടുത്ത സിലബസ് എഴുതിയെടുക്കുക. ഡിപ്ലോമ കോഴ്സ് വാസ്തുശാസ്ത്രം സിലബസ്. ആരെങ്കിലും ഞാൻ പറയുന്ന സ്പീഡ് കൂടിയോ മറ്റോ ആണെങ്കിൽ എഴുതാൻ കുഴപ്പമില്ല, അത് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് പറയാം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും മ്യൂട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു 3 പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ പുസ്തകം, അതിൽ ഫസ്റ്റ് ചാപ്റ്റർ, അധ്യായം 1, വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും. ആ ചാപ്റ്ററിന്റെ പേരാണ് വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും.
സ്പീഡ് കൂടുന്നെങ്കിൽ പറയണം. വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും. നിമിത്തം അതിന്റെ സബ് ഹെഡിങ് ആണ്. മെയിൻ ഹെഡിങ് ചാപ്റ്ററിന്റെ പേര് വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും അണ്ടർലൈൻ ചെയ്യുക. പിന്നെ അതിന്റെ താഴെ വരുന്ന നിമിത്തം, ആ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. നിമിത്തം, ശുഭനിമിത്തങ്ങൾ, ശുഭനിമിത്തങ്ങൾ, അശുഭ നിമിത്തങ്ങൾ, അശുഭ നിമിത്തങ്ങൾ, വാസ്തു മുഹൂർത്തം, വാസ്തു മുഹൂർത്തം, വാസ്തുപുരുഷൻ നിദ്ര വിടുന്ന സമയം, വാസ്തുപുരുഷൻ നിദ്ര വിടുന്ന സമയം, എഴുതി കാണുന്നതായിരിക്കുന്നു. ആരെങ്കിലും എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. അത്ര എഴുതിയിട്ടില്ലെങ്കിൽ അടുത്ത പേജിലേക്ക് പോവുകയാണ്. അപ്പൊ ഇത് മാറും. ഓക്കെ. ഇപ്പൊ വാസ്തുപുരുഷൻ നിദ്ര വിടുന്ന സമയം, ഗൃഹനിർമ്മാണത്തിന് സ്വീകാര്യമായ നക്ഷത്രങ്ങൾ, ഗൃഹനിർമ്മാണത്തിന് സ്വീകാര്യമായ നക്ഷത്രങ്ങൾ, ഉത്തമ മാസങ്ങൾ, അതായത് ഗൃഹനിർമ്മാണത്തിന് ഉത്തമമായ മാസങ്ങൾ, ഉത്തമ മാസങ്ങൾ, ഉത്തമ വാരങ്ങൾ, ഉത്തമ വാരങ്ങൾ, ഗൃഹപ്രവേശനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ, ഗൃഹപ്രവേശനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ, ഗൃഹപ്രവേശനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ, ഉത്തമ മാസങ്ങൾ, ഉത്തമ മാസങ്ങൾ, ഉത്തമ വാരങ്ങൾ, ഉത്തമ വാരങ്ങൾ, ശിലാസ്ഥാപനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ, ശിലാസ്ഥാപനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ, ശിലാന്യാസം, 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 ഉത്തരം, കട്ടിള എന്നിവ വയ്ക്കുന്നതിനുള്ള നക്ഷത്രം, ആഴ്ച. ഉത്തരം, കട്ടിള എന്നിവ വയ്ക്കുന്നതിനുള്ള നക്ഷത്രം, ആഴ്ച. ഏതെന്നായിരിക്കുന്നു? കിണർ കുഴിക്കുന്നതിന്, അത് കിണർ കുഴിക്കുന്നതിന് നല്ല സമയം. അത് കിണർ കുഴിക്കുന്നതിന്. ഗോശാല, ഗോശാല വയ്ക്കുന്നതിനുള്ള, നിർമ്മിക്കുന്നതിനുള്ള സമയം. ഗോശാല പറഞ്ഞാൽ നമുക്കറിയാം തൊഴുത്ത് അല്ലെ, എഴുത്തില്ല. അടുത്ത അധ്യായം 2, ചാപ്റ്റർ 2. അധ്യായം 1 മുഹൂർത്തങ്ങൾ അത് കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് ചാപ്റ്റർ, അധ്യായം 2. വസുധാലക്ഷണം. വസുധാലക്ഷണം എന്ന് പറഞ്ഞാൽ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഭൂമി, സ്ഥലം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് വരുള്ളൂ. ആദ്യം സ്ഥലത്തെ പറ്റി പഠിച്ചിട്ടാണ് നമ്മൾ വീടിനെ പറ്റി മനസ്സിലാക്കുന്നത്. അപ്പൊ ആദ്യം വസുധാലക്ഷണം. ഉത്തമ ഭൂമി ലക്ഷണം, ഉത്തമ ഭൂമി ലക്ഷണം, അധമ ഭൂമി ലക്ഷണം, ഉത്തമ ഭൂമി ലക്ഷണം, അധമ ഭൂമി ലക്ഷണം, ഭൂമിദോഷ പരിഹാരം, ഭൂമിദോഷ പരിഹാരം, വീധി ലക്ഷണങ്ങളും ഫലങ്ങളും, വീധി ലക്ഷണങ്ങളും ഫലങ്ങളും, വാസ്തുവിന്റെ അംഗഹീനത്വം, വാസ്തുവിന്റെ അംഗഹീനത്വം, വാസ്തുവിന്റെ അംഗഹീനത്വം,
ഏതെന്ന് വിചാരിക്കുന്നു. ഭൂപരീക്ഷണം. ഭൂപരീക്ഷണം. ജാങ്കലം. ജാംഗലം. അനൂപം. ജാങ്കലം, അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ലൈൻ അനൂപം. സാധാരണം. ജാങ്കലം, അനൂപം, സാധാരണം. ഗോമുഖി. ഗോമുഖി ഏതെന്ന് വിചാരിക്കുന്നു. അടുത്തത് വ്യാഘ്രമുഖി. എഴുതിയില്ലെങ്കിൽ പറയണം. ഏതെങ്കിലും ഞാൻ പേജ് മാറ്റുമ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. എല്ലാവരും ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്യാനും മ്യൂട്ട് ചെയ്യാനൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ അത് മനസ്സിലാക്കിയിരിക്കണം. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് മ്യൂട്ട് ചെയ്യേണ്ടി വരും. വ്യാഘ്രമുഖി. ഭൂമി ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭൂമി ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങൾ. അതോടെ അധ്യായം ചാപ്റ്റർ 2 അധ്യായം 2 കഴിയും. അടുത്ത അധ്യായം 3 ചാപ്റ്റർ 3. അതിന്റെ ഹെഡിങ് വൃക്ഷങ്ങൾ. അധ്യായം 3 വൃക്ഷങ്ങൾ. വൃക്ഷ ശുഭാശുഭത്വം ഗൃഹനിർമ്മാണത്തിൽ. വൃക്ഷ ശുഭാശുഭത്വം ഗൃഹനിർമ്മാണത്തിൽ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത വൃക്ഷങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത വൃക്ഷങ്ങൾ. സ്ത്രീ ഡാഷ് പുരുഷ ഡാഷ് നപുംസക വൃക്ഷങ്ങൾ. സ്ത്രീ പുരുഷ നപുംസക വൃക്ഷങ്ങൾ. ഇത് കാണുന്നതായിരിക്കുന്നു. അധ്യായം 4 ചാപ്റ്റർ 4. അപ്പോൾ വൃക്ഷങ്ങൾ കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ 4 ദേവതാ സങ്കല്പം. നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ 18 ആചാര്യന്മാരെ പറ്റി നമ്മൾ പറഞ്ഞു. ഭൃഗുരത്രി എന്ന് ഞാൻ ഒരു ശ്ലോകം ഞാൻ പറഞ്ഞു. ആ 18 ആചാര്യന്മാരെല്ലാം വാസ്തുശാസ്ത്രം, അവരെല്ലാം ഭാരതീയ ഋഷിവര്യന്മാരായിരുന്നു. ആ ഋഷിവര്യന്മാര് അവര് നമുക്ക് തന്ന ഒരു ശാസ്ത്രമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്ത് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആത്മീയത മാറ്റിയിട്ട് വാസ്തുശാസ്ത്രം എടുത്താൽ അത് പൂർണ്ണമല്ല. ആത്മീയതയും അതുപോലെ തന്നെ ടെക്നോളജി, അതായത് പിന്നെ ശാസ്ത്രീയവും ആത്മീയതയും കൂടെ വളരെ മനോഹരമായി ചേർന്നിട്ടുള്ള ഒരു വിഷയമാണ് വാസ്തുശാസ്ത്രം. അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് ആത്മീയത മാത്രമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ശാസ്ത്രീയത മാത്രമായിട്ട് എടുക്കുകയാണെങ്കിലോ അത് പൂർണ്ണമല്ല. ഇത് രണ്ടും കൂടെ നമ്മൾ മനസ്സിലാക്കി അത് രണ്ടും കൂടെ യോജിപ്പിച്ച് ഒരു ഹാർമോണിയസ് ആയിട്ട് ഒരു സമതുലിതാവസ്ഥയിൽ രണ്ടും കൂടെ യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ വാസ്തുശാസ്ത്രം പൂർണ്ണമാവുകയുള്ളൂ. അതിൽ ആ സ്പിരിച്വാലിറ്റിയെ പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് ഈ ദേവതാ സങ്കല്പം എന്നുള്ള ചാപ്റ്ററിലാണ്. ദേവതാ സങ്കല്പം എന്നുള്ള ഹെഡിങ് ആണ്. താഴെ വാസ്തുപുരുഷൻ. വാസ്തുപുരുഷൻ 45 ദേവനാമങ്ങൾ. 45 ദേവനാമങ്ങൾ. നിത്യവാസ്തു. നിത്യവാസ്തു. ചരവാസ്തു. നിത്യവാസ്തു, ചരവാസ്തു.
സ്ഥിരവാസ്തു, നിത്യവാസ്തു, ചരവാസ്തു, സ്ഥിരവാസ്തു. അഷ്ടദിക് പാലകർ, അഷ്ടദിക് പാലകർ. പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ. അതോടെ ചാപ്റ്റർ 4 ദേവതാ സങ്കല്പം എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ 5 അധ്യായം 5 സ്ഥാനനിർണയം എന്നാണ് ഹെഡിങ്. നമ്മൾ കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് പോവുകയാണ്. സ്ഥാനനിർണയം അണ്ടർലൈൻ ചെയ്യുക. അത് ഹെഡിങ് ആണ്, ചാപ്റ്റർ ഹെഡിങ്. വീഥി കൽപ്പന, വീഥി കൽപ്പന. മഹാക്ഷേത്രം, വീഥി കൽപ്പന കഴിഞ്ഞിട്ട് മഹാക്ഷേത്രം. ഖണ്ഡനിർണയം, വീഥി കൽപ്പന, മഹാക്ഷേത്രം, ഖണ്ഡനിർണയം. മധ്യമക്ഷേത്രം, മധ്യമക്ഷേത്രം. അല്പക്ഷേത്രം, അല്പക്ഷേത്രം. പദവിന്യാസം, പദവിന്യാസം. മർമ്മദോഷം, പദവിന്യാസം കഴിഞ്ഞ് മർമ്മദോഷം. ആ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ 6 അധ്യായം 6 സ്ഥാനനിർണയം എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത അധ്യായം 6 മാനനിർണയം. അത് അളവുകളുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് മാനനിർണയം. പോലെ, അങ്കുലം, അങ്ങനെയുള്ള അളവുകളുമായിട്ട്. മാനനിർണയം അണ്ടർലൈൻ ചെയ്യുക. ആ ചാപ്റ്റർ വരുന്നത് കോലുകൾ വിവിധ സ്ഥലങ്ങളിൽ, കോലുകൾ വിവിധ സ്ഥലങ്ങളിൽ. മനുഷ്യ ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള അളവുകൾ, മനുഷ്യ ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള അളവുകൾ. കോലിന്റെ അടിസ്ഥാനം, കോലിന്റെ അടിസ്ഥാനം. അധ്യായം 7 മാനനിർണയം കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ 7 അധ്യായം 7 യോനി കൽപ്പന, യോനി കൽപ്പന. ചുറ്റളവ്, ചുറ്റളവ്. യോനി കൽപ്പന വീണ്ടും യോനി കൽപ്പന എന്നുള്ള ഹെഡിങ്ങും അതാണ്. വീണ്ടും ആ ചാപ്റ്ററിനകത്തും യോനി കൽപ്പന വരും. ചുറ്റളവ്, യോനി കൽപ്പന. ആയം, ആയം. വ്യയം, ആയം, വ്യയം. യോനി ആ വ്യയത്തിന് താഴെയായിട്ട് എഴുതുക. ആയം, വ്യയം, അതിൻ്റെ താഴെ യോനി. താഴെ താഴെ എഴുതിയാൽ മതി. നക്ഷത്രം, ആയം, വ്യയം, യോനി, നക്ഷത്രം. വാരം, നക്ഷത്രം, വാരം. തിഥി, തിഥി. ആയുസ്, ആയുസ്. പക്ഷാന്തര വ്യയം, പക്ഷാന്തര വ്യയം.
എഴുതുന്ന വിചാരിക്കുന്നു. യോനി കൽപ്പന ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ 8, അധ്യായം 8. ചാപ്റ്റർ ഹെഡിങ് അനുബന്ധം. അനുബന്ധം. പദയോനി കണക്കുകൾ. പദയോനി കണക്കുകൾ. കൈക്കണക്ക് പട്ടിക. കൈക്കണക്ക് പട്ടിക. മരണച്ചുറ്റളവുകൾ. മരണ ചുറ്റളവുകൾ. മുറികളുടെ അളവുകൾ പദയോനി കണക്കിൽ. മുറികളുടെ അളവുകൾ പദയോനി കണക്കിൽ. കിഴക്ക് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ. കിഴക്ക് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ. പടിഞ്ഞാറ് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ. പടിഞ്ഞാറ് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ. എഴുതുന്നതായിരിക്കുന്നു. പടിഞ്ഞാറ് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ എഴുതി കാണുന്നതായിരിക്കുന്നു. ഇത്രയും ഒന്നാമത്തെ പുസ്തകത്തിലാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞല്ല, ഒന്നാമത്തെ പുസ്തകത്തിലാണ്. ഇത് അടുത്ത രണ്ടാമത്തെ പുസ്തകം, പുസ്തകം 2, വോളിയം 2. അത് മറ്റേ അധ്യായം 8 വരെ നേരത്തെ കഴിഞ്ഞു. അധ്യായം 9 അതിന്റെ കണ്ടിന്യൂഷനാണ്. ദീർഘവിസ്താരങ്ങൾ. ദീർഘവിസ്താരം വീടിന്റെ നീളവും വീതിയും എല്ലാം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഉത്തമമായ നീളവും ഉത്തമമായ വീതിയൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? ആണ് ദീർഘവിസ്താരങ്ങൾ. ആണ് ഈ ചാപ്റ്റർ ഹെഡിങ്. ഗുണാംശ വിസ്താരം. ഗുണാംശ വിസ്താരം. ഇതിന് ഗുണാംശ തത്വം എന്നും പറയാറുണ്ട്. ഗുണാംശ വിസ്താരം എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ഗുണാംശ തത്വം എന്നും എഴുതാം. പദയോനി. പദയോനി. ഗമനം. ഗമനം. വീടിന്റെ പരമാവധി നീളവും വീതിയും. വീടിന്റെ പരമാവധി നീളവും വീതിയും. ഉത്തമ ഗ്രഹത്തിന്റെ അളവുകൾ. ഉത്തമ ഗ്രഹത്തിന്റെ അളവുകൾ. ഗൃഹസ്ഥാനം. ഗൃഹസ്ഥാനം. പാദമാനം. പാദമാനം. എഴുതുന്നതായിരിക്കുന്നു. അടുത്ത പേജാണ്. അധിഷ്ഠാനം. അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ ബേസ്മെന്റ് ആണ്. അധിഷ്ഠാനം. അത് ഇംഗ്ലീഷ് വേണമെങ്കിൽ ബ്രാക്കറ്റ് ബേസ്മെന്റ് ഇടാം. ബേസ്മെന്റ് എഴുതിയിട്ടുണ്ട്. അധിഷ്ഠാനം, ബേസ്മെന്റ്. കാലുയരം. അസ്ഥിവാരം. അസ്ഥിവാരം പറഞ്ഞാൽ ഫൗണ്ടേഷൻ. കാലുയരം എന്ന് പറഞ്ഞാൽ ഭിത്തിപ്പൊക്കമാണ്. അധിഷ്ഠാനം ബേസ്മെന്റ്. കാലുയരം എന്ന് പറഞ്ഞാൽ ഭിത്തിപ്പൊക്കം. അസ്ഥിവാരം എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ. വാതിലുകൾ, ജനലുകൾ. വാതിലുകൾ, ജനലുകൾ. അത് വാതിലിന്റെയും ജനലിന്റെയൊക്കെ അളവ്, ഉത്തമമായ അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? വാതിലിന്റെ ജനലിനൊക്കെ ഉത്തമമായ അളവുകളുണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ആണ് വാതിലുകൾ, ജനലുകൾ. അടുത്ത അധ്യായം 10, ചാപ്റ്റർ 10. ശാലാ സംവിധാനം. ശാലാ സംവിധാനം. അണ്ടർലൈൻ ചെയ്യുക. ഹെഡിങ് ആണ്, ചാപ്റ്റർ ഹെഡിങ്.
ഏകശാലകൾ, ഏകശാലകൾ. ദ്വിശാലകൾ, ഏകശാലകൾ, ദ്വിശാലകൾ, ദ്വിശാലകൾ. ത്രിശാലകൾ, ത്രിശാലകൾ. ചതുശാല, ചതുശാല എന്ന് പറഞ്ഞാൽ 4 കെട്ടാണ്. ചതുശാല. അത് അധ്യായം 11, ചാപ്റ്റർ 11. ശുഭ അശുഭ സ്ഥാനങ്ങൾ. അത് ഓരോ കാര്യങ്ങൾക്കും, ഇപ്പോൾ ടോയ്ലറ്റ് ആയാലും ഗേറ്റ് ആയാലും അതുപോലെ തന്നെ സ്റ്റെയർ കേസ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ശുഭമായിട്ടും അശുഭമായിട്ടുള്ള സ്ഥാനങ്ങൾ. ശുഭ അശുഭ സ്ഥാനങ്ങളാണ് ഹെഡിങ് അണ്ടർലൈൻ ചെയ്യുക. വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക്, വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക് യോജിച്ച സ്ഥലങ്ങൾ. വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക് യോജിച്ച സ്ഥലങ്ങൾ. പൂജാമുറി, അത് ഏറ്റവും യോജിച്ച സ്ഥലം ഏതാണെന്നുള്ളതാണ് പൂജാമുറി. ഓരോന്നിൻ്റെ ആയിട്ടെടുക്കുക. പൂജാമുറി. കിടപ്പുമുറി, ബെഡ്റൂം. ഊണുമുറി, ഡൈനിങ് റൂം. ഉരൽപ്പുര, ഇപ്പൊ അങ്ങനെ ഉരൽപ്പുര ആയിട്ടില്ല, എന്നാലും എഴുതിക്കൊള്ളാം. നെല്ല് കുത്തുന്ന പ്രത്യേകം പെരയൊക്കെ ഉണ്ട്, അത് ഉരൽപ്പുര. പൂരിശാലയം, പൂരിശാലയം പറഞ്ഞാൽ ടോയ്ലറ്റ്. പൂരിശാലയം പറഞ്ഞാൽ ടോയ്ലറ്റ്. ഗോവണി, സ്റ്റെയർ കേസ്. ഗോവണി. ഗോശാല, ഗോവണി കഴിഞ്ഞ് താഴോട്ട് എഴുതിയാൽ മതി. ഗോശാല, ഗോശാല. കുളം, കുളം. പടിപ്പുര, പടിപ്പുര പറഞ്ഞാൽ ഗേറ്റാണ്. പടിപ്പുര. കിണർ, പടിപ്പുര അത് ഗേറ്റ്. കിണർ. തുളസിത്തറ, തുളസിത്തറ. സെപ്റ്റിക് ടാങ്ക്, സെപ്റ്റിക് ടാങ്ക്. പട്ടിക്കൂട്, പട്ടിക്കൂട്. ഇതിനൊക്കെ യോജിച്ച സ്ഥലങ്ങൾ ഏതാണ്, മോശമായ സ്ഥലങ്ങൾ ഏതാണെന്നുള്ളതാണ് ആ ചാപ്റ്ററിലുള്ളത്. 11 കഴിഞ്ഞു. ചാപ്റ്റർ 12, അധ്യായം 12. പൊതു നിയമങ്ങൾ, ഇംഗ്ലീഷിൽ ജനറൽ റൂൾസ്. ജനറൽ റൂൾസ്, പൊതു നിയമങ്ങൾ. അപ്പൊ അത് അതിൻ്റെ 100-ൽ കൂടുതൽ പൊതു നിയമങ്ങളുണ്ട്. ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്, മനസ്സിലാക്കാനുള്ള ചില നിയമങ്ങൾ വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അങ്ങനെയുള്ള ജനറൽ റൂൾസ് ആണ് ആ പൊതു നിയമങ്ങൾ എന്നുള്ള ചാപ്റ്റർ വരുന്നത്. അതിന്റെ എല്ലാത്തിൻ്റെയും പേര് എഴുതുന്നില്ല. മോർ ദാൻ 100 ആ നിയമങ്ങൾ അതിനകത്ത് വരും, പൊതു നിയമങ്ങൾ വരും. അടുത്തത് നമ്മൾ പറയുന്നത് ഫെങ്ഷുയിയും സംയോജിത വാസ്തുശാസ്ത്രവും. ഫെങ്ഷുയി വളരെ ക്വിക്കായിട്ട് റിസൾട്ട് തരുന്ന ഇതാണ് ഫെങ്ഷുയി. പിന്നെ നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്രത്തിനേക്കാൾ എക്സ്പെൻസും കുറവാണ്. ഫെങ്ഷുയി കറക്ഷൻസിന് ഭാരതീയ വാസ്തുശാസ്ത്രത്തിലുള്ള കറക്ഷൻസിനെ അപേക്ഷിച്ച് ചെലവ് കുറവാണ്, പക്ഷെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഫെങ്ഷുയിയും സംയോജിത വാസ്തുശാസ്ത്രവും. അധ്യായം 1. ആമുഖം, ഇൻട്രഡക്ഷൻ. ആമുഖം. ഇൻ കോമ യാങ്, ഇൻ കോമ യാങ്. ഇൻ
കോമ യാങ് സിമ്പിൾ. ഇൻ കോമ യാങ് സിമ്പിൾ. ചാപ്റ്റർ 2, ഫെങ്ഷുയുടെ ചാപ്റ്റർ 2. പഞ്ചശക്തി ചാർട്ടും ചക്രങ്ങളും ആണ് ഹെഡിങ്. പഞ്ചശക്തി ചാർട്ടും ചക്രങ്ങളും അണ്ടർലൈൻ. സഹായിക അല്ലെങ്കിൽ സഹായിക ശക്തി ചക്രം. സഹായിക ശക്തി ചക്രം. ഇംഗ്ലീഷിൽ അതിന് ഹെൽപ്പിംഗ് സൈക്കിൾ എന്ന് പറയും. അവിടെ വേണേൽ ബ്രാക്കറ്റ് എഴുതിക്കൊടു. സഹായിക ശക്തി ചക്രം ബ്രാക്കറ്റിൽ ഹെൽപ്പിംഗ് സൈക്കിൾ, ബ്രാക്കറ്റ് ക്ലോസ്. അടുത്തത് ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം. ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം ബ്രാക്കറ്റിൽ വീക്കനിങ് സൈക്കിൾ. ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം ബ്രാക്കറ്റിൽ വീക്കനിങ്, WEAKENING, വീക്കനിങ് സൈക്കിൾ. ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം. അടുത്ത വിരുദ്ധ ശക്തിചക്രം, ഇംഗ്ലീഷില് ഡിസ്ട്രോയിങ് സൈക്കിൾ, DESTROYING, ഡിസ്ട്രോയിങ് സൈക്കിൾ അല്ലെങ്കിൽ വിരുദ്ധ ശക്തിചക്രം മലയാളത്തിൽ. അതോടെ അധ്യായം 2 കഴിയും. പഞ്ചശക്തി ചാർട്ടും ചക്രങ്ങളും കഴിഞ്ഞു. പിന്നെ അധ്യായം 3, ചാപ്റ്റർ 3 ഫെങ്ഷുയില്. ബാഗുവ. ബാഗുവ 8 ജീവിത ലക്ഷ്യങ്ങൾ. 8 ജീവിത ലക്ഷ്യങ്ങൾ. സ്ഥിര ദിശാനുബന്ധി. സ്ഥിര ദിശാനുബന്ധി. കോമ പ്രവേശന ദിശാനുബന്ധി. സ്ഥിര ദിശാനുബന്ധി കോമ പ്രവേശന ദിശാനുബന്ധി. അടുത്ത പുസ്തകം 3. ഇത്രയും രണ്ടാമത്തെ പുസ്തകം വോളിയം 2-ലുള്ളതാണ്. അടുത്ത വോളിയം 3 പുസ്തകം 3. ഒരു പുസ്തകം കൂടെ, 3 പുസ്തകമാണുള്ളത്. അതിൽ അധ്യായം 4, 3 അധ്യായം കഴിഞ്ഞു. ഫെങ്ഷുയില് 4ാമത്തെ അധ്യായം ക്വാ നമ്പർ. ക്വാ നമ്പർ അത് ഹെഡിങ് ആണ്. ക്വാ നമ്പർ ചെയ്ത് അണ്ടർലൈൻ ചെയ്യുക. താഴെ ക്വാ നമ്പർ കാണുന്ന വിധം. ക്വാ നമ്പർ കാണുന്ന വിധം. പഞ്ചശക്തികളിൽ ഓരോ വിഭാഗത്തിലും പെടുന്ന ആളുകളുടെ സാമാന്യ ലക്ഷണങ്ങൾ. പഞ്ചശക്തികളിൽ ഓരോ വിഭാഗത്തിലും പെടുന്ന ആളുകളുടെ സാമാന്യ ലക്ഷണങ്ങൾ. എഴുതി വിചാരിക്കുന്നു. ഗുണകരവും ദോഷകരവുമായ ദിശകൾ. ഗുണകരവും ദോഷകരവുമായ ദിശകൾ. അധിക ഊർജ ഭാഗങ്ങളും ന്യൂന ഊർജ ഭാഗങ്ങളും. അധിക ഊർജ ഭാഗങ്ങളും ന്യൂന ഊർജ ഭാഗങ്ങളും. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പോസിറ്റീവ് എനർജി പാർട്സ് ആൻഡ് നെഗറ്റീവ് എനർജി പാർട്സ്. അധിക ഊർജ ഭാഗങ്ങൾക്ക് പോസിറ്റീവ് എനർജി പാർട്സ്, ന്യൂന ഊർജ ഭാഗങ്ങൾക്ക് നെഗറ്റീവ് എനർജി പാർട്സ്. ഇത് എഴുതിയാലും മതി. അധിക ഊർജ ഭാഗങ്ങളും ന്യൂന ഊർജ ഭാഗങ്ങളും. ലോ ഷൂ സമചതുരം. ഇംഗ്ലീഷില് ലോ ഷൂ സ്ക്വയർ, LOSHU, LO ലോ, SHU ഷൂ, ലോ ഷൂ സ്ക്വയർ, SQUARE സമചതുരം. ലോ ഷൂ സ്ക്വയർ, മലയാളത്തിൽ ലോ ഷൂ സമചതുരം. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അധ്യായം 5 സംയോജിത വാസ്തുശാസ്ത്രത്തിലെ സപ്തശക്തികൾ. സംയോജിത വാസ്തുശാസ്ത്രത്തിലെ സപ്തശക്തികൾ. ഭൗമിക ശക്തി, കെട്ടിടത്തിന്റെ ശക്തി അല്ലെങ്കിൽ ബിൽഡിംഗ്. ഭൗമിക ശക്തി വേണമെങ്കിൽ മലയാളം എഴുതാം, എർത്ത് ഫോഴ്സ്. ഇംഗ്ലീഷിൽ എഴുതാം. ഭൗമിക ശക്തി എർത്ത് ഫോഴ്സ്. കെട്ടിടത്തിന്റെ ശക്തി അല്ലെങ്കിൽ ബിൽഡിംഗ് ഫോഴ്സ്. ബ്രാക്കറ്റ് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം, ബിൽഡിംഗ് ഫോഴ്സ്. ഭൗമിക ശക്തി എർത്ത് ഫോഴ്സ്, കെട്ടിടത്തിന്റെ ശക്തി ബിൽഡിംഗ് ഫോഴ്സ്. സാധനങ്ങളുടെ ശക്തി മെറ്റീരിയൽ ഫോഴ്സ്. സാധനങ്ങളുടെ ശക്തി മെറ്റീരിയൽ ഫോഴ്സ്.
ക്രമീകരണ ശക്തി, അറേഞ്ച്മെന്റ് ഫോഴ്സ്. ക്രമീകരണ ശക്തി, ഇംഗ്ലീഷിൽ അറേഞ്ച്മെന്റ് ഫോഴ്സ്. അടുത്ത ആ ക്രമീകരണ ശക്തി പല മുറികൾക്ക് വ്യത്യാസമുണ്ട്. അതിൻ്റെ ഓരോന്നായിട്ട് കാണിക്കുകയാണ്. ഡ്രോയിങ് റൂം, ഡ്രോയിങ് മുറി, ക്രമീകരണ ശക്തി, അത് ഹെഡിങ് അതിൻ്റെ സംഭരിക്കുകയാണ്. കുറച്ച് മാറി എഴുതുക. ഡ്രോയിങ് മുറി, കിടക്കമുറി, ബെഡ്റൂം, ഡ്രോയിങ് റൂം, ബെഡ്റൂം, പൂജാമുറി, പ്രയർ റൂം, അടുക്കള, കിച്ചൺ, താഴെ എഴുതിയാൽ മതി. അടുക്കളയുടെ താഴെ എഴുതിക്കൊള്ളുക. ഊണുമുറി, ഡൈനിങ് റൂം, പഠനമുറി, സ്റ്റഡി റൂം, ടോയ്ലറ്റ്, ഓഫീസ് മുറി, ഓഫീസ് റൂം, ഗ്രഹങ്ങളുടെ ശക്തി. അടുത്തത് നമ്മൾ ഓരോ ശക്തിയെ പറ്റി 7 ഫോഴ്സിനെ പറ്റി പറഞ്ഞാണ്. അതിനടുത്തത് ഗ്രഹങ്ങളുടെ ശക്തി, പ്ലാനറ്ററി ഫോഴ്സ്. ഇംഗ്ലീഷിൽ ബ്രാക്കറ്റ് വേണ്ടി എഴുതാം. പ്ലാനറ്ററി ഫോഴ്സ്. ഗൃഹമല്ല, വീടിന്റെ ഗ്രഹമല്ല, പ്ലാനറ്റ് എന്നുള്ള ഗ്രഹങ്ങളുടെ ശക്തി. നവഗ്രഹങ്ങൾ എന്നൊക്കെയുള്ള ആ ഗ്രഹങ്ങളുടെ ശക്തി. മനുഷ്യശക്തി, ഗ്രഹങ്ങളുടെ ശക്തിയുടെ താഴെ മനുഷ്യ ശക്തി. ആ മനുഷ്യശക്തിക്ക് 7 ഇതുണ്ട്, സബുണ്ട്. മനുഷ്യശക്തി കുറച്ച് വലത്തോട്ട് മാറി എഴുതുക. ശാരീരിക ശക്തി, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഫിസിക്കൽ ഫോഴ്സ്. ശാരീരിക ശക്തിക്ക് ഇംഗ്ലീഷിൽ ഫിസിക്കൽ ഫോഴ്സ്. മാനസിക ശക്തി, മെന്റൽ ഫോഴ്സ്. മാനസിക ശക്തി അല്ലെങ്കിൽ മെന്റൽ ഫോഴ്സ്. വൈകാരിക ശക്തി, ഇമോഷണൽ ഫോഴ്സ്. വൈകാരിക ശക്തി, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇമോഷണൽ ഫോഴ്സ്. ആത്മീയ ശക്തി, സ്പിരിച്വൽ ഫോഴ്സ്. ആത്മീയ ശക്തി അല്ലെങ്കിൽ സ്പിരിച്വൽ ഫോഴ്സ്. ഗ്രഹശക്തി, ഗ്രഹങ്ങളുടെ ശക്തി, അതായത് പ്ലാനറ്ററി ഫോഴ്സ്. ഗ്രഹങ്ങളുടെ ശക്തി നേരത്തെ പറഞ്ഞ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഗ്രഹശക്തി, പ്ലാനറ്ററി ഫോഴ്സ്. ഭൗമിക ശാരീരിക ശക്തി, കർമ്മശക്തി, കാർമിക് ഫോഴ്സ് എന്ന് പറയാം, കർമ്മശക്തി. അത്ര ആ ശക്തികളാണ്. അടുത്ത ബാഹ്യശക്തികൾ. അതേ സെയിം ചാപ്റ്റർ തന്നെ താഴോട്ട് എഴുതിക്കൊള്ളുക. ബാഹ്യശക്തികൾ. ദൃഷ്ടിദോഷം, ബ്ലാക്ക് മാജിക്, ബാഹ്യ ആക്രമണ ശക്തികൾ. അധ്യായം 6, ചാപ്റ്റർ 6. സമൃദ്ധിക്കുള്ള 5 മാർഗങ്ങൾ. ഇല്ല, എന്നാലും എഴുതിയേക്കാം. സമൃദ്ധിക്കുള്ള 5 മാർഗങ്ങൾ. അത് അടുത്ത അധ്യായം 7, ചാപ്റ്റർ 7. വാസ്തുദോഷ പരിഹാരങ്ങൾ. അത് മിക്കവാറും നമ്മുടെ മറ്റേ ഫെങ്ഷുയൊക്കെ കഴിഞ്ഞു. അടുത്ത സമൃദ്ധിക്കുള്ള 5 മാർഗങ്ങൾ അവിടെ കഴിഞ്ഞു. ചാപ്റ്റർ 7 ആണ് വാസ്തുദോഷ പരിഹാരങ്ങൾ. നമ്മൾ ഇതുവരെയൊക്കെ വാസ്തുദോഷത്തെ പറ്റിയാണ്. അടുത്തതിൻ്റെ പരിഹാരങ്ങളാണ് വാസ്തുദോഷ പരിഹാരങ്ങൾ. നിർമ്മിതിയിലൂടെ, അത് കൺസ്ട്രക്ഷനിൽ കൂടിയുള്ള വാസ്തുദോഷ പരിഹാരങ്ങൾ. പിരമിഡ് ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ. ഈ പിരമിഡ് എന്ന് പറയുന്നത് ഭാരതീയ വാസ്തുശാസ്ത്രത്തിലുള്ളതല്ല. പക്ഷെ ആദ്യമായിട്ട് പിരമിഡുകൾ വാസ്തുദോഷ പരിഹാരങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന്
ആദ്യം മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ആദ്യം അത് കണ്ടുപിടിച്ചത് ജർമ്മൻസ് ആണ്. ഒരുപാട് ഈ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ച് ജർമ്മനി നടക്കുന്നുണ്ട്. ആ റിസർച്ചിന്റെ ഒരു ഇതായിട്ട് ജർമ്മൻസ് ആണ് ഈ പിരമിഡ് ഉപയോഗിച്ച് വാസ്തുദോഷങ്ങൾ പരിഹരിക്കാമെന്ന് ആദ്യം മനസ്സിലാക്കിയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടാതെ ഈ പിരമിഡ് വാസ്തു എന്ന് പറഞ്ഞൊരു ഇത് തന്നെയുണ്ട്. അത് ശരിക്കും ജർമ്മൻ ടെക്നോളജി ആയിട്ടാണ് വയ്ക്കുന്നത്. പിരമിഡ് ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ ഒക്കെ വളരെ എഫക്റ്റീവാണ്. രത്ന പരിഹാരങ്ങൾ അത് ഭാരതീയ വാസ്തുശാസ്ത്രം പറയുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തുവിലുള്ളതാണ് രത്ന പരിഹാരങ്ങൾ. മയമതം, മാനസാര തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം ഈ രത്നപരിഹാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. അനുകൂല ഊർജ ഉപകരണങ്ങൾ ഉപയോഗിച്ച്, അത് ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ എന്നുള്ളതാണ്. വാസ്തുദോഷ പരിഹാരങ്ങൾ അനുകൂല ഊർജ ഉപകരണങ്ങൾ ഉപയോഗിച്ച്, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പോസിറ്റീവ് എനർജി ടൂൾസ്. പോസിറ്റീവ് എനർജി ടൂൾസ്, അനുകൂല ഊർജ ഉപകരണങ്ങൾ. വിവിധ ദോഷ പരിഹാരങ്ങൾ. വിവിധ ദോഷ പരിഹാരങ്ങൾ. ഭൗമിക ശക്തി പരിഹാരം. ഭൗമിക ശക്തി പരിഹാരം. ദിശാദോഷം, ദിശാദോഷത്തിന്റെ പരിഹാരം. ഗൃഹമധ്യസൂത്ര വേദദോഷം. ഗൃഹ മധ്യസൂത്ര വേദദോഷം. ചുറ്റുദോഷം. ചുറ്റുദോഷം. ചുറ്റുദോഷ പരിഹാരങ്ങൾ. നിർമ്മിതിയിലൂടെ, കൺസ്ട്രക്ഷനിൽ കൂടിയുള്ള ചുറ്റുദോഷ പരിഹാരങ്ങൾ. സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡുകൾ ഉപയോഗിച്ച്, നിർമ്മിതിയിലൂടെ കൺസ്ട്രക്ഷനിൽ കൂടെയുള്ള പരിഹാരങ്ങൾ. അത് കഴിഞ്ഞിട്ട് സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡുകൾ ഉപയോഗിച്ച്. മൊത്തം വീടിന്റെ ചുറ്റ്. മൊത്തം വീടിന്റെ ചുറ്റ്. മുറികളുടെ ഉൾച്ചുറ്റ്. മുറികളുടെ ഉൾച്ചുറ്റ്. സ്ഥാനദോഷം. സ്ഥാനദോഷം. അത് സ്ഥാനദോഷം ഓരോന്നിന്റെ കിണർ, അതൊക്കെ കിണറിന്റെ ഒക്കെ സ്ഥാനം തെറ്റി വന്നു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം എന്താണ്? ആണ് ആ സ്ഥാനദോഷം എന്നുള്ള പരിഹാരങ്ങളാണ്. കിണർ, സെപ്റ്റിക് ടാങ്ക്, പൂജാമുറി. കിണർ, സെപ്റ്റിക് ടാങ്ക്, പൂജാമുറി, അടുക്കള, അടുക്കള, ടോയ്ലറ്റ്, ടോയ്ലറ്റ്, സ്റ്റെയർകേസ്, സ്റ്റെയർകേസ്, മെയിൻ ഗേറ്റ്, മെയിൻ ഗേറ്റ്, കാർ പോർച്ച്, കാർ പോർച്ച്, ഓവർഹെഡ് വാട്ടർ ടാങ്ക്, ഓവർഹെഡ് വാട്ടർ ടാങ്ക്. മറ്റ് അതിന് താഴെ ഓവർഹെഡ് വാട്ടർ ടാങ്കിന് താഴോട്ട് എഴുതിയാൽ മതി. മറ്റ് വാസ്തുദോഷ പരിഹാരങ്ങൾ. മറ്റ് വാസ്തുദോഷ പരിഹാരങ്ങൾ. അപൂർണമായ മൂലകൾ. മറ്റ് വാസ്തു പറയുകയാണ്, ഒരു അല്പം മാറ്റി ചെയ്തത്, അപ്പോൾ അതിൻ്റെ താഴെ വരുന്നതാണ്. അതിൻ്റെ മെയിൻ ഹെഡിങ്ങാണ് മറ്റ് വാസ്തുദോഷ പരിഹാരങ്ങൾ. അത് താഴെ അപൂർണമായ മൂലകൾ, ഇംഗ്ലീഷ് വേണമെങ്കിൽ മിസ്സിംഗ് കോർണേഴ്സ്. അപൂർണമായ വശങ്ങൾ, മിസ്സിംഗ് സൈറ്റ്സ്. അപൂർണമായ വശങ്ങൾ. തള്ളി നിൽക്കുന്ന മൂലകൾ, പ്രൊജക്റ്റിംഗ് കോർണേഴ്സ്. തള്ളി നിൽക്കുന്ന മൂലകൾ, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പ്രൊജക്റ്റിംഗ് കോർണേഴ്സ്. തള്ളി നിൽക്കുന്ന വശങ്ങൾ, പ്രൊജക്റ്റിംഗ് സൈറ്റ്സ്. പ്രൊജക്റ്റിംഗ് സൈറ്റ്സ്. പുരയിടത്തിൽ വീടിന്റെ സ്ഥാനം. പുരയിടത്തിൽ വീടിന്റെ സ്ഥാനം. സ്ഥാനം തെറ്റാണെങ്കിൽ അതിനെങ്ങനെ കറക്റ്റ് ചെയ്യാം? പുരയിടത്തിൽ വീടിന്റെ സ്ഥാനം. വീടിന്റെ ഉയരം അഗ്നിഭൂതത്തിൽ. വീടിന്റെ ഉയരം അഗ്നിഭൂതത്തിൽ. സ്റ്റെയർ കേസിന്റെ ദിശയും പടികളുടെ എണ്ണവും.
സ്റ്റെയർ കേസിന്റെ ദിശയും പടികളുടെ എണ്ണവും. വീതിശൂല. വീതിശൂല. ഹീനപ്രവേശനവും ഉത്സംഗ പ്രവേശനവും. ഹീന പ്രവേശനവും ഉത്സംഗ പ്രവേശനവും. ഇത് വിചാരിക്കുന്നു. നേർക്ക് നേരെയുള്ള കതകുകൾ. നേർക്ക് നേരെയുള്ള കതകുകൾ. ലെവൽ കറക്ഷൻ. ലെവൽ കറക്ഷൻ. ബീം കറക്ഷൻ. ബീം കറക്ഷൻ. ഒരു പുരയിടത്തിൽ 2 വീടുകൾ. ഒരു പുരയിടത്തിൽ 2 വീടുകൾ. കുറച്ചുകൂടെ ഉള്ളൂ, പെട്ടെന്ന് എഴുതാം, അല്ലെങ്കിൽ സമയം എഴുതി തീർക്കാം. ഒരു പുരയിടത്തിൽ 2 വീടുകൾ. കട്ടിലിന് അഭിമുഖമായി കണ്ണാടികൾ. കട്ടിലിന് അഭിമുഖമായി കണ്ണാടികൾ. കിഴക്ക് ദിശയ്ക്കും വടക്ക് ദിശയ്ക്കും അഭിമുഖമായുള്ള കണ്ണാടികൾ. കിഴക്ക് ദിശയ്ക്കും വടക്ക് ദിശയ്ക്കും അഭിമുഖമായുള്ള കണ്ണാടികൾ. ബ്രഹ്മസ്ഥാനത്തുള്ള ഗോവണി. സ്റ്റെയർകേസ്. ബ്രഹ്മസ്ഥാനത്തുള്ള ഗോവണി. ഭിത്തി, മുട്ടതിര് വേദങ്ങൾ. ഭിത്തിവേദവും മുട്ടതിര് വേദവും. ഭിത്തി, മുട്ടതിര് വേദങ്ങൾ. മോന്തായ വേദം. മോന്തായ വേദം. ക്ഷേത്രത്തിന് സമീപമുള്ള വീട്. ക്ഷേത്രത്തിന് സമീപമുള്ള വീട്. ഇതെന്നായിരിക്കുന്നു. മർമ്മദോഷം. മർമ്മദോഷം. പിശാചവീഥി തടസ്സപ്പെടുക. പിശാചവീഥി തടസ്സപ്പെടുക. അധ്യായം 8 അനുകൂല ഊർജ ഉപകരണങ്ങൾ. ഇവിടെ ഈ ലാസ്റ്റ് ചാപ്റ്ററാണ് അനുകൂല ഊർജ ഉപകരണങ്ങൾ. ഒരു കാര്യം ചെയ്യാം, 9:45 കഴിഞ്ഞു. അനുകൂല ഊർജ ഉപകരണം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എഴുതാം. അത് കുറച്ച് പോസിറ്റീവ് എനർജി ടൂൾസ് എന്ന് പറയും. കൂടുതലും ഫെങ്ഷു ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഈവൻ ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരമുള്ളതുകൊണ്ട്. അപ്പോൾ അത് പോസിറ്റീവ് എനർജി കൂട്ടാൻ, ഒരു വീടിൻ്റെ പോസിറ്റീവ് എനർജി കൂട്ടാനുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എഴുതും. അടുത്ത ക്ലാസ്സിൽ അതുകൂടെ എഴുതിയിട്ട് വിൽ സ്റ്റാർട്ട് ദി സിലബസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് തുടങ്ങും. അപ്പോൾ എല്ലാവരും പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. ബാക്കിയുള്ള സിലബസ് ഈ ഒരു ചാപ്റ്റർ കൂടെ ഉള്ളൂ. അധ്യായം 8 ലാസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ അതുകൂടെ എഴുതിയിട്ട് വിൽ സ്റ്റാർട്ട് ദി ക്ലാസ് ആസ് പെർ സിലബസ്. സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് നാളെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ തുടങ്ങും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ജനറലായിട്ട് വാസ്തുപരമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ക്ലാസ്സിലെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പ് വരും. എല്ലാവർക്കും നമസ്കാരം.